അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദ് ഫഇന്ന ഖൈറൽ ഹദീസി കിതാബുല്ലാഹ് وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദ്റാ. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരികളെ, രക്ഷിതാക്കളെ, കാരണവന്മാരെ, അള്ളാഹുവിൻ്റെ പാരമാനുഗ്രഹത്താലും കാരണത്താലും അള്ളാഹു വളരെ ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുടെ പ്രാർത്ഥന കിട്ടിക്കൊണ്ടിരിക്കുന്ന ധന്യമായ സദസ്സിലാണ്. പ്രിയപ്പെട്ടവരെ, നല്ല ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ. അൽഹംദുലില്ലാഹ്. ചില ആളുകളൊക്കെ ഇങ്ങനെ ചെറിയ രൂപത്തിൽ ഉറങ്ങുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. അതുകൊണ്ടൊന്ന് ഫ്രഷായിട്ട് എല്ലാവരും ഇരിക്കണം. ഇനി കറക്റ്റ് 12:30 എൻ്റെ സംസാരം അവസാനിക്കും. ഇൻഷാ അല്ലാഹ്. എന്താ നമ്മളെ സീറ്റിംഗ് അത്രയും സുഖകരമാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെറിയ ഉറക്കമൊക്കെ വരും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് എണീറ്റ് നിൽക്കണ്ട, എല്ലാവരും ഒന്ന് ഉഷാറായിട്ടൊന്ന് ഇരിക്കണം എന്ന് പ്രത്യേകിച്ച് അറിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു ഷിഫ കൺവെൻഷൻ സെൻ്ററിലാണ് ഇക്കുറി നമ്മൾ പ്രോഗ്രാം. പ്രസിഡൻസിലായിരുന്നു നമ്മൾ കഴിഞ്ഞ വർഷങ്ങളൊക്കെ നടത്തിയിരുന്നത്. ഭാരിച്ച ചിലവുണ്ടാകും എന്നത് ഉറപ്പാണ്. നിങ്ങളൊക്കെ ആ കാര്യത്തിൽ മനസ്സുള്ളവരാണ്, ഇഷ്ടംപോലെ നൽകിക്കൊണ്ടിരിക്കുന്നവരാണ്. നിങ്ങളുടെ മുന്നിൽ ബക്കറ്റ് വരുമ്പോൾ പറ്റാത്തൊരു സംഖ്യ അതിലിടണം. നിങ്ങൾ ഇടുന്നോടുകൂടി 1000 ഇട്ടാൽ അപ്പം മലക്ക് പാത്തിക്കും. അല്ലാഹു മഅത്തി മുൻഫിക്കൻ ഖലഫ. പടച്ചോനെ ഏറ്റവും അനുഗ്രഹം ആ സഹോദരൻ്റെ കൈകളിൽ നൽകുന്ന മലക്ക് ദുആ ചെയ്യും. അള്ളാഹിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ കൊടുത്താൽ കിട്ടുന്ന വലിയൊരു ബർക്കത്ത് എന്താണെന്ന് സുഹൃത്തുക്കളെ, മലക്കിങ്ങനെ പാത്തിക്കാണ്. അള്ളാഹു മലക്കുകളെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. കൊടുക്കുന്നവൻ്റെ കയ്യിൽ ബർക്കത്ത് കൊടുക്കുക എന്നിങ്ങനെ പാത്തിച്ചു കൊണ്ടിരിക്കും. ഇൻഷാ അല്ലാഹ്. അതുകൊണ്ടൊക്കെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിക്കുന്നത്. പേഴ്സിലൊരു 1000 ഉറുപ്പിക ഉണ്ടെങ്കിൽ കഴിയാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ ബർക്കത്ത് കൊണ്ടാണ്. കാര്യമായിട്ട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊന്നും ഇല്ലാതെ തട്ടിത്തടവില്ലാതെ ഞാനിങ്ങൾ മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ്, റഹ്മാനായ റബ്ബിൻ്റെ ഇടപെടൽ കൊണ്ടാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും നമ്മൾ ഈ ഒരു പ്രോഗ്രാം കഴിയുമ്പോൾ ഇതിൻ്റെ കണക്ക് അവതരിപ്പിക്കുന്ന സമയത്ത് ഒരു 1000 ഉറുപ്പിക ബാക്കിയാവണം. കുറച്ച് ബാധ്യതയായല്ലോ എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാവാതിരിക്കണം. നിങ്ങൾ ആ കാര്യത്തിൽ മനസ്സുള്ളവരാണ്, ചെയ്യണമെന്ന് സാന്ദർഭികമായി ആമുഖമായി ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈ ഒത്തുചേരൽ നാളെ സ്വർഗത്തിൽ ഒത്തുചേരാൻ വഴിയൊരുങ്ങുന്ന ഒരു സൂരതമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവിധ ബലായിൽ നിന്നും മുസീബത്തിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. രോഗത്താൽ പ്രയാസപ്പെടുന്നവർ ധാരാളം ഈ കൂട്ടത്തിലുണ്ട്. ഈ സദസ്സിൽ വന്നിരിക്കുന്നവരിൽ പോലും പലരും രോഗികളാണ്. വ്യത്യസ്ത രോഗങ്ങൾക്ക് മരുന്ന് കുടിക്കുന്നവരുണ്ട്. ആരെല്ലാം എന്തെല്ലാം രോഗങ്ങളാൽ വിഷമിക്കുന്നവരുണ്ടോ എല്ലാവരുടെയും എല്ലാ രോഗവും അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുന്ന നോമ്പുകാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, വളരെ ശ്രദ്ധാർഹമായൊരു വിഷയമാണ് ഞാനും നിങ്ങളും ഇവിടെ കേട്ട് കഴിഞ്ഞത്. മഹാനായ റസൂലുള്ളാഹിനെ അനുഭവിച്ചറിഞ്ഞ സഹാബത്തിനെ പറ്റി, അള്ളാഹിൻ്റെ റസൂലിനെ അനുഭവിച്ചറിഞ്ഞ സഹാബത്തിൻ്റെ പച്ചയായ ജീവിതമാണ് പ്രിയപ്പെട്ടവരെ പറപ്പൂർ ഇവിടെ സംസാരിച്ചത്. കൃത്യമായ സംസാരം, ഹൃദയത്തിൽ നമ്മളൊക്കെ ജീവിതത്തിൽ മാതൃകയാക്കേണ്ട സംസാരം. ഞാൻ നിങ്ങളും ആഗ്രഹിക്കുന്നത് എല്ലാ സമയത്തും നമ്മൾ അല്ലാഹ് ഞങ്ങളെ നീ ചൊവ്വേ വഴിയിലാക്കണേ ഇല്ലേ എന്ന് നമ്മൾ സുബഹിക്ക് ദുആ ചെയ്തില്ലേ? ളുഹ നമസ്കരിച്ചവരുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ അല്ലാഹ് ഞങ്ങളെ നേരെ ചൊവ്വേ വഴി. ഏതാണ് ഈ സഹോദരൻ? പ്രിയപ്പെട്ടവരെ, നബിമാരാണവർ, സ്വാലിഹീങ്ങളാണവർ, അമ്പിയാക്കളായ കുറെ അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ വെട്ടേറ്റ് മുറിവേറ്റ് മരിച്ചു വീണ സ്വഹാബത്ത്, പ്രവാചകൻ തിരുമേനി അനുഗ്രഹീതമായ ഒന്നിച്ചില്ലാൻ മണിക്കൂർ നമ്മളോട് സംസാരിച്ചത്.
അവരൊക്കെ നമ്മൾ യോഗ്യരാണോ? കിട്ടാൻ മാത്രം കപ്പാസിറ്റി നമ്മുടെ കൈകളിലുണ്ടോ? സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ടവരെ, ഞാൻ ഇറങ്ങൂല, അങ്ങനെ സംസാരിക്കാൻ നമ്മുടെ കൂടെയില്ല. പറ്റി അങ്ങനെ റെക്കോർഡ് ചെയ്തിലേക്ക് ഉയരാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. എന്തേ അദ്ദേഹം 3 ദിവസം കടന്നു വന്നപ്പോഴും അദ്ദേഹം സ്വർഗത്തിലേക്ക് പ്രവേശനാനുമതി നൽകിയ ഒരു മനുഷ്യൻ കടന്നു വരുന്നു എന്ന് പറഞ്ഞപ്പോ എല്ലാവർക്കും അത്ഭുതം. അവരെ പോലെ നമസ്കരിക്കുന്നു, ഇബാത്തുകളൊക്കെ ചെയ്യുന്നു. പിന്നെന്താണ് ആ സഹോദരന് ഞങ്ങളിൽ വ്യത്യസ്തമായതുള്ളതെന്നറിയാൻ കുറച്ചാളുകൾ ഒരാളെ ചുമതലപ്പെടുത്തുന്നു. ചെന്നപ്പോഴും പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. സുഹൃത്തെ, എന്തായിരുന്നു അതെന്ന് ഞാൻ നിങ്ങളും ആലോചിക്കണം. അസൂയയില്ലാത്ത ഒരു മനസ്സിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം. മറ്റൊരുത്തിനോട് വിദ്വേഷമില്ല, പകയില്ല, വെറുപ്പില്ല. പ്രിയപ്പെട്ടവരെ, പുണ്യ റമളാനിലെ 20ാമത്തെ നോമ്പ് പൂർത്തീകരിക്കുന്ന ഞാനും നിങ്ങളും നമ്മുടെ മനസ്സിനെ സ്ഫുടം ചെയ്യാൻ സാധിച്ചോ? ആരോടെങ്കിലും വെറുപ്പുണ്ടോ? ആരോടെങ്കിലും വൈരാഗ്യമുണ്ടോ? ഇന്റെ മയ്യത്ത് പോലും അവന് കാണിച്ചു കൊടുക്കരുതെന്ന് പറയുന്ന മനസ്സ് എനിക്കോ നിങ്ങൾക്കോ ഉണ്ടോ? ഓരോരുത്തരും ആലോചിച്ചോ. പ്രിയപ്പെട്ടവരെ, ജീവിതം വിശുദ്ധമാകണം, റബ്ബോടടുക്കണം, അവൻ്റെ തൃപ്തി കിട്ടുന്ന വഴിയിൽ ഞാൻ നിങ്ങൾ സഞ്ചരിക്കണം. റസൂലുള്ളാഹി വഹി ഇങ്ങനെ കിട്ടുമ്പോൾ ഓരോരുത്തർ സ്വർഗത്തിൽ എന്ന് പറയണം. എന്തുകൊണ്ടാണത്? അവരുടെ പ്രവർത്തന മികവ് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, 10 പേർക്ക് സ്വർഗമുണ്ടെന്ന് റസൂലുള്ള പറയുന്നു. ഈ സദസ്സിനോട് ഞാൻ ചോദിക്കട്ടെ, പലപ്പോൾ സംസാരിച്ചെടുത്ത് തുടങ്ങാണ് ഞാൻ. എൻ്റെ വിഷയത്തിലേക്ക് വരുന്നു. വിശാലമായ വിഷയമാണ്, സമയത്തിൻ്റെ ഉള്ളിൽ വെച്ച് നമ്മൾ സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, 10 പേർക്ക് സ്വർഗമുണ്ടെന്ന് റസൂലുള്ളാഹി പറയുകയാണ്. ആരാണവർ? അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന, ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ, സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ടവരെ, സഈദ് ബിൻ സെയ്ദ്, സഅദ് ബിൻ അബി വഖാസ്, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, അബൂ ഉബൈദത്ത് ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഈ സഹാബത്തിന്റെ ചരിത്രം പഠിക്കണം. ഈ സഹാബത്തിന്റെ ചരിത്രം പഠിക്കണം. എന്തുകൊണ്ടാണ് അബൂബക്കർ സ്വർഗാവകാശിയാണെന്ന് റസൂലുള്ള പറഞ്ഞത്? പ്രവർത്തനങ്ങളുടെ മികവാണ്. നമ്മൾ 5 നേരം നമസ്കരിക്കുമ്പോൾ ക്ഷീണിക്കുന്നു, നോമ്പ് നോൽക്കുമ്പോൾ തളരുന്നു, സുന്നത്ത് നിസ്കരിക്കാൻ നമുക്ക് മടിയാണ്. നന്മകളിലൊന്നും പലപ്പോഴും പ്രിയപ്പെട്ടവരെ നമ്മുടെ സാന്നിധ്യം കാണുന്നില്ല. ഇവരൊക്കെ ഓടിയവരാണ്, അവർ മുന്നോക്കക്കാരാണവർ. കർമ്മങ്ങൾ കൊണ്ടും വിശ്വാസം കൊണ്ടും മുൻകടന്നവരാണവർ. ഒന്നാമന്മാരാണ് പ്രിയപ്പെട്ടവരെ, എല്ലാറ്റിലും ഒന്നാമന്മാർ. റസൂലുള്ളാഹി ഇതുപോലെ സദസ്സ് ഇങ്ങനെ കൂടിയ സമയത്ത് ആരാണ് ഈ കൂട്ടത്തിൽ ഇന്ന് നോമ്പ് നോറ്റവർ? റസൂലുള്ളാഹി ചോദിക്കാം, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സായിമാ, ഇന്ന് നോമ്പ് നോറ്റവരാരുണ്ടെന്ന് ചോദിച്ചപ്പോ ഒരു കൈ ഉയരുന്നു. ഞാനാണ് പ്രവാചകരെ. പ്രിയപ്പെട്ടവരെ, റമളാൻ മാസത്തിലല്ല, റമളാനല്ലാത്ത മാസത്തിൽ പ്രവാചകൻ തിന്മേനൊരു ദിവസം യാദൃശ്ചികമായി ചോദിച്ചതാണ്, ബോധപൂർവം ചോദിച്ചതല്ല. ഇന്ന് നോമ്പ് നോറ്റവരാരാ? ഒരു സഹാബി എണീറ്റ് കൈ ഉയർത്തി പറയുന്നു, ഞാൻ. വീണ്ടും നബി ചോദിക്കുന്നു, ഒരു സാധുവിന് ഭക്ഷണം കൊടുത്തവ ആരാ? ഈ സദസ്സിൽ ആരുണ്ട് ഒരു സാധുവിന് ഭക്ഷണം കൊടുത്തത്? അപ്പോഴും ഒരു കൈ ഉയരുന്നു, അനാ യാ റസൂലല്ലാഹ്. വീണ്ടും നബി ചോദിക്കുന്നു, മൻ ആദാ മിൻകുമുൽ മരീദ് അൽ യൗമ, ഇന്ന് രോഗിയെ സന്ദർശിച്ച ആളാരാ? അപ്പോഴും ഒരു കൈ ഉയരുന്നു, ഞാൻ. മൻ തബിയ മിൻകുമുൽ യൗമ അൽ ജനാസ, ഇന്നൊരു ജനാസയെ അനുഗമിച്ച ആളാരാ? അപ്പോഴും ഒരു കൈ ഉയരുന്നു. ആരാണത്? സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു ആണ്. പ്രിയപ്പെട്ടവരെ, ബോധപൂർവം ചെയ്യാണിതൊക്കെ. എവിടെയെങ്കിലും ഒരു മയ്യത്തുണ്ടെങ്കിൽ ജനാസ സന്ദർശിക്കാൻ പോകാണ്, മയ്യത്ത് നിസ്കരിക്കാൻ പോകാണ്, രോഗിയെ അന്വേഷിച്ചു പോയി കണ്ടെത്തുകയാണ്. റസൂലുള്ള പറഞ്ഞു, വീണ്ടും നബി ചോദിച്ചില്ല, മജ്തമഅ ഫീ ഇംരീൻ, ഈ ചോദിച്ചതൊക്കെ അനാ അനാ എന്ന് പറഞ്ഞ വ്യക്തിയില്ലേ, ഇല്ലാ ദഖലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കില്ലെന്ന് റസൂലുള്ള പറയുകയാണ്. ശ്രദ്ധിച്ചോ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവരൊക്കെ മുന്നോക്കക്കാരാണ്. കർമ്മങ്ങളിൽ മുന്നിട്ടിറങ്ങിയവർ, സകല അമലുകളിലും അവർ മുൻപന്തിയിലായിരുന്നു. എന്തിനവർ ഒരുക്കാണ് പ്രിയപ്പെട്ടവരെ? ദാനധർമ്മങ്ങളുടെ കാര്യമാകട്ടെ, സാധുക്കളെ സഹായിക്കുന്ന കാര്യമാകട്ടെ, സ്വർഗം കിട്ടാൻ എന്തുണ്ട് വഴിയെന്ന് ആലോചിക്കുക. സുബഹിസ്കാരം കഴിഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണൂല. സുബഹിസ്കാരം കഴിഞ്ഞാൽ വേഗത്തിൽ നിസ്കാരം കഴിഞ്ഞാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എങ്ങോട്ടോ പോകും. അപ്പോൾ മത്സരിച്ച 2 ആളെ പറ്റി പറഞ്ഞല്ലോ ഇവിടെ. ഉമർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എപ്പോഴും ആരോഗ്യകരമായ മത്സരം.
അതിൽ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ശ്രദ്ധിച്ച് എന്നും നിസ്കരിച്ച ഈ അബൂബക്കർ റളിയല്ലാഹു അൻഹു എങ്ങോട്ടേ പോണത്. ഒരു ദിവസം കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ ക്ഷമിച്ചു. കാരണം എന്താ, ഇതൊന്നും അറിയണം, അദ്ദേഹം ചെയ്യണം എനിക്കും ചെയ്യണം എന്നൊരു വാശിയാണ്. സ്വർഗം കിട്ടുന്ന കാര്യത്തിൽ മത്സരമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിറകിൽ ഒരു ദിവസം ഉമർ റളിയല്ലാഹു അൻഹു ഇറങ്ങുകയാണ്. അങ്ങനെ പോയി ഒരു ഊടുവഴിയിലൂടെ അങ്ങ് കയറിപ്പോയി ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് കൂടി ഇങ്ങനെ പോവുകയാണ്. അതിൽ പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു പിറകിൽ വല്ലാതെ പോയില്ല. കാരണം എന്താ, കണ്ടുമുട്ടിയാലോ, കാണും ചെയ്യാൻ പാടില്ലെന്ന് അറിയും വേണം. അങ്ങനെ കുറച്ച് കയറിപ്പോയ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു മാറി ഒരു ഭാഗത്ത് ഒളിഞ്ഞിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏകദേശം ഒരു മണിക്കൂറോളം സമയം കഴിഞ്ഞിട്ട് തിരിച്ചിങ്ങനെ പോയിരുന്ന വഴിയിൽ. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു പതിഞ്ഞിരുന്നുകൊണ്ട് കണ്ടില്ല, അങ്ങനെ ഇറങ്ങിപ്പോയി. അദ്ദേഹം വന്ന വഴി തിരിച്ചു പോയി. ഉമർ റളിയല്ലാഹു അൻഹു വേഗം വരുന്ന വഴിയിലൂടെ തന്നെ ഇങ്ങനെ കയറി ചെന്നു. അവിടെ ചെന്നപ്പോൾ എന്താ കണ്ടൊരു കൂഹ്, ഒരു ചെറിയ കുടിലുണ്ട്. കണ്ണില്ലാത്തൊരു സഹോദരി, വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിൽ കഴിയുന്നൊരു സഹോദരി, ഒരു ഉമ്മ, ഒരു അജൂസ. സലാം പറഞ്ഞ് കടന്നു എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ വിഷയം? വിവരങ്ങളൊക്കെ പറഞ്ഞു, അവസ്ഥകളൊക്കെ പറഞ്ഞു. ഇത്ര കാലമായി ഈ കഴിച്ചു കൂട്ടാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി, അപ്പം എങ്ങനെ നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്? ആ സഹോദരി പറഞ്ഞു, ഒരു നല്ല മനുഷ്യൻ ഇവിടെ വരും, അല്പം ഭക്ഷണം അദ്ദേഹം കൊണ്ടുവരും, ഇവിടെ നിന്ന് വൃത്തിയാക്കി വേണ്ടതൊക്കെ ചെയ്ത് എനിക്ക് ഖിദ്മ ചെയ്ത് അദ്ദേഹം ഇറങ്ങിപ്പോകും. ഇപ്പം ഇറങ്ങിപ്പോയിട്ടുള്ള അദ്ദേഹം ആരാണ് അദ്ദേഹം എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല, അദ്ദേഹം എന്നോട്ട് പരിചയപ്പെടുത്തിയിട്ടുമില്ല. പ്രിയപ്പെട്ടവരെ, ഈ വർത്തമാനം ആ സഹോദരിൽ നിന്ന് കേട്ട മാത്രയിൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുകയാണ്. മുട്ടിൽ വീണുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു വാക്കെന്താണെന്നോ, അബൂബക്കർ പിൻഗാമികളെ ക്ഷീണിപ്പിക്കുന്നവനാണല്ലോ. ഈ അബൂബക്കർ അദ്ദേഹത്തിൻ്റെ പിൻഗാമികളെ പ്രയാസപ്പെടുത്തുന്നവനാണല്ലോ. ഈ മനുഷ്യൻ്റെ കൂടെ ഓടിയാൽ എത്തില്ലല്ലോ എന്ന് പറയുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പച്ചയായ മനുഷ്യന്മാരാണ് പ്രിയപ്പെട്ടവരെ. അവരൊക്കെ ദീനിൻ്റെ കൃത്യതയിലേക്ക് കടന്നു വന്നവരാണ്. അതുകൊണ്ടാണ് അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന. ആ സ്വഹാബത്തിൻ്റെ ചരിത്രം ഞാൻ വിശദീകരിക്കുന്നില്ല, പഠിക്കണം പ്രിയപ്പെട്ടവരെ. ഇവിടെ സംസാരിച്ച അദ്ദേഹത്തിൻ്റെ ഓരോരോ വാക്കുകളും നമ്മുടെ ഹൃദയത്തിൽ കൊണ്ട് നടക്കണം. ഓരോരോ സഹാബികളെ പറ്റിയും പഠിക്കണം. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പറ്റി പഠിക്കണം. അദ്ദേഹത്തിൻ്റെ ചരിത്രം അറിയില്ല പ്രിയപ്പെട്ടവരെ. കാൽപാദത്തിൻ്റെ ശബ്ദം ബിലാൽ സ്വർഗത്തിൽ വെച്ച് ഞാൻ കേട്ടുവല്ലോ എന്ന് റസൂലുള്ളാഹി പറയുന്നു. എന്താണത്? സുന്നത്ത് നമസ്കാരത്തിന് കാണിച്ച ശുഷ്കാന്തിയാണ് പ്രിയപ്പെട്ടവരെ. ബിലാൽ റളിയല്ലാഹു അൻഹു പറയാണ്, നബിയെ നിങ്ങൾ പഠിപ്പിച്ചതിലുപരി ഒന്നും വേറെ ഞാൻ ചെയ്യുന്നില്ല, പക്ഷെ ഞാൻ എന്നും ശ്രദ്ധിക്കുന്നൊരു സുന്നത്ത് എന്താണ്? ലൈല വനഹാറ, രാവോ പകലോ ഞാൻ നോക്കാറില്ല. എപ്പോഴും എടുത്താൽ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കും, എപ്പോഴും എടുത്താൽ മൊതുവിൻ്റെ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കും. സുഹൃത്തേ, അത്രമാത്രം ദറജയിലേക്ക് ഉയരാനുള്ള വഴിയായി സുന്നത്ത് നമസ്കാരം കാണിക്കുന്ന കനിഷ്ഠതയും സൂക്ഷ്മതയുമാണെന്ന് നമ്മൾ കുട്ടി വായിക്കണം. വിശ്വാസികളെ, അവരാണ് നമ്മുടെ മാതൃകാ പുരുഷന്മാർ. അവരെ ജീവിതത്തിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. അവർ സഞ്ചരിച്ച മാർഗ്ഗേണ നമ്മൾ സഞ്ചരിക്കണം. എനിക്ക് നിർദ്ദേശിക്കപ്പെട്ട വിഷയം പ്രിയപ്പെട്ടവരെ, സംശുദ്ധ ജീവിതം തഖ്വ എന്ന വിഷയത്തെ പറ്റിയാണ്. ഞാൻ നിങ്ങൾ നോമ്പ് നോറ്റ് തഖ്വയുള്ള മനസ്സ് കിട്ടാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണ്. ഈ ലോകത്തൊരു മനുഷ്യൻ സമ്പാദിക്കുന്ന ഏറ്റവും വലിയ സമ്പത്ത് എന്താ? തഖ്വയുള്ള മനസ്സാണ്. തഖ്വയുള്ള മനസ്സാണ്. റൂഹ് പിടിക്കാനുള്ള ചുമതല ഏൽപ്പിക്കപ്പെട്ട മലക്ക് വരുമ്പോൾ സ്ഫുടം ചെയ്തൊരു മനസ്സ് പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അവനാണ് വിജയി. സ്ഫുടം ചെയ്തൊരു മനസ്സ്, സലീമായൊരു മനസ്സ്, ഖറബറില്ലാത്തൊരു മനസ്സ് മലക്കിനെ ഏൽപ്പിക്കാൻ സാധിക്കണം. ഇത് അല്ലേ ഖുർആൻ അള്ളാഹു പറയാ, മലക്കിങ്ങനെ വന്ന് റൂഹ് പിടിച്ചു പോകുമ്പോൾ, ആ റൂഹ് പിടിക്കുമ്പോൾ വളരെ ലാഘവത്തോടു കൂടി ഒരു കൂജയിൽ നിന്ന് മറുകൂജിയിലേക്ക് വെള്ളമൊഴിക്കുന്ന ലാഘവത്തോടു കൂടി നമ്മുടെ റൂഹിനെ പിടിച്ചു കൊണ്ടുപോകുന്നൊരവസ്ഥ ഉണ്ടാകണം. വിശ്വാസികളെ, എന്തിനാ നോമ്പ് ഞാൻ നിങ്ങൾ നോറ്റത്? ലഅല്ലക്കും തത്തഖൂൻ യാ അയ്യുഹല്ലദീന ആമനൂ കുത്തിബ അലൈക്കുമുസ് സിയാം കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. തഖ്വയുള്ള മനസ്സിൻ്റെ ഉടമകളാകാൻ നമ്മളെ പട്ടിണിക്കിട്ട് പ്രയാസപ്പെടുത്തണം റബ്ബിന് താല്പര്യമില്ല. അതുകൊണ്ടല്ലേ പ്രവാചകൻ തിരുമേനി പറഞ്ഞത്, ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കലോടുകൂടി മാത്രം നോമ്പ് ലഭിക്കൂല. മല്ലം യദഅ ഖൗലസ്സൂരി വൽ അമല ബിഹി, വേണ്ട വർത്തമാനങ്ങളും വേണ്ടാത്ത പ്രവർത്തനങ്ങളും ഒരുവൻ ഒഴിവാക്കാൻ ഒരുക്കമല്ലേ, അവന് നോമ്പ് അള്ളാഹിൻ്റെ അടുത്ത് പരിഗണിക്കപ്പെടൂല എന്നാണ്. അവൻ്റെ എല്ലാറ്റിനും അവന് സൗമാകണം, എല്ലാറ്റിനും അവൻ അകന്ന് നിൽക്കണം, എല്ലാറ്റിനും അവൻ ഇംസാക്കാകാൻ സാധിക്കണം. കണ്ണിനെ ശ്രദ്ധിക്കണം, കാതിനെ ശ്രദ്ധിക്കണം. ജീവിതത്തിൽ മുഴുവനും സൂക്ഷ്മത പുലർത്തുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ലക്ഷ്യത്തിലേക്ക് നടന്നിറക്കുന്ന നോമ്പ് കാൽപ്പെടാൻ പറ്റുള്ളൂ. 20ാമത്തെ നോമ്പ് നമ്മൾ പൂർത്തീകരിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ലക്ഷ്യത്തിലേക്ക് എത്തിയോന്ന് ആലോചിക്കും. 30 ദിവസം നോമ്പ് നോറ്റ് അല്ലെങ്കിൽ 29 ദിവസം നോമ്പ് നോറ്റ് ഒരു മാറ്റവുമില്ലാത്ത നോമ്പുകാരുടെ കൂട്ടത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ മാറാൻ പാടില്ല. പേടിച്ചോളി എല്ലാവരും.
അള്ളാന്റെ റസൂൽ വേദനയോടുകൂടി പറഞ്ഞിട്ടുണ്ട്, ജിബ്രീൽ എന്ന മലക്ക് വന്ന് പ്രാർത്ഥിച്ചു, നോമ്പ് നോറ്റിട്ട് മാറ്റമില്ലാത്തവർക്ക് അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകട്ടെ എന്ന് ജിബ്രീൽ എന്ന മലക്ക് പ്രാർത്ഥിച്ചു. മഹാനായ പ്രവാചകൻ തിരുമേനി ആമീൻ പറഞ്ഞു എന്നതാണ്. ഞാനും നിങ്ങളും എത്ര കാലമായി നന്മയിൽ ഈ നോമ്പുമായി മുന്നോട്ട് പോകാൻ തുടങ്ങിയിട്ട്. സഹോദരങ്ങളെ, ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുന്നവരിൽ ഉൾപ്പെടണം. നമുക്ക് തഖ്വയുള്ള മനസ്സ് കിട്ടണം. അവർക്കാണ് നാളെ പരലോകത്ത് വിജയം. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അള്ളാഹിൻ്റെ അടുത്ത് ഏറ്റവും ആദരണീയനാരാ? തഖ്വയുള്ളവനാണ്. ഇന്നലിൽ മുത്തഖീന മഫാസ. ആരാ നാളെ പരലോകത്ത് ഫായിസീങ്ങൾ? മുത്തഖീങ്ങളാണ് പ്രിയപ്പെട്ടവരെ. റഹ്മാനായ റബ്ബിൻ്റെ പരിഗണനയുള്ളവരാരാ? തഖ്വയോടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നവരാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് നോമ്പ് അതിനു വേണ്ടിയിട്ടാണ്. ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതം വിശുദ്ധമാകാനാണ്, തഖ്വയിൽ അധിഷ്ഠിതമാകാനാണ്. സക്കാത്ത് കൊടുക്കാത്തവരാരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? കണക്ക് കൂട്ടാത്തവരുണ്ടോ? വീട്ടുകാരും കുടുംബങ്ങളും ഒന്നിച്ചിരുന്നു, അഥവാ വീട്ടിൽ എത്ര ആളുകളുണ്ട്, ഭാര്യയും മക്കളൊക്കെ പാടെ കൂടിയിട്ട് ഒന്ന് കണക്ക് നോക്കാനിരിക്കണം. ഞാൻ പറയട്ടെ, ഒട്ടുമിക്ക വീടുകളിലും അതില്ല അല്ലേ? ഭാര്യയോട് ചോദിക്കണം, മക്കളോട് ചോദിക്കണം, ഒന്നിച്ചിരുന്നൊരാലോചിച്ച് നിസ്കരിക്കാൻ ഒന്നുവെടുക്കുന്നത് പോലെ, നിസ്കരിക്കാൻ തയ്യാറാകുന്നത് പോലെ ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമല്ല പ്രിയപ്പെട്ടവരെ സക്കാത്ത്. ആ സക്കാത്തിൻ്റെ വിഷയത്തിൽ എവിടെ നിൽക്കുന്നു ഞാനും നിങ്ങളും? കഴുകി വൃത്തിയാക്കലാണ് അല്ലേ? നോമ്പിലൂടെ നമ്മുടെ മനസ്സിനെ കഴുകി വൃത്തിയാക്കുന്നുവെങ്കിൽ സക്കാത്തിലൂടെ നമ്മുടെ സമ്പത്തിനെ ശുചീകരിക്കലാണ്. കൊടുക്കാൻ അർഹതപ്പെട്ട സക്കാത്ത് ആരെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക് നൽകുന്ന ഭക്ഷണം ഹറാമാകും. നമ്മൾ മക്കൾക്കും കുടുംബത്തിനും നൽകുന്ന ഫുഡ് ഹലാലാവുകയില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത്രയും ഗൗരവമാണ് സക്കാത്തിൻ്റെ കാര്യം. 1,00,000 രൂപയുണ്ടോ സുഹൃത്തേ? സക്കാത്ത് 2,500 രൂപ നമ്മുടേതല്ല. 10 ലക്ഷമുണ്ടോ? 25,000 രൂപ കൊടുക്കണം നമ്മൾ. അവിടെയാണ് വിശ്വാസത്തിൻ്റെ, ഒരു മനുഷ്യൻ്റെ ഈമാൻ അളക്കുന്ന ഏറ്റവും വലിയ അളവ് പോലെ എന്താ? സാമ്പത്തിക രംഗാണ് പ്രിയപ്പെട്ടവരെ. അതിൽ കൊടുക്കണേൽ ഒരു സംതൃപ്തി. ഈ വർഷം ഒരു 2 ലക്ഷം സക്കാത്ത് കൊടുക്കുമ്പോൾ പ്രാർത്ഥിക്കണം, പടച്ചോനെ അടുത്ത വർഷം ഒരു 3 ലക്ഷം കൊടുക്കാനുള്ള ബറക്കത്ത് നൽകണേന്ന് അല്ലേ? പല ആളുകൾ എന്താ ആലോചിക്കണമെന്നോ, കൊടുക്കാതിരിക്കാനുള്ള വല്ല മാർഗം ഉണ്ടോ എന്നാണ്. 11 പവൻ സ്വർണമുണ്ടോ പ്രിയപ്പെട്ടവരെ? അരപ്പവന് കൊടുത്താൽ പോരാ, 11 പവനും കൊടുക്കണം. ഇപ്പൊ 12 പവൻ സ്വർണമുണ്ട്, ഒരു 5 ലക്ഷം രൂപ പഴയ സ്വർണത്തിന് ഉണ്ടെങ്കിൽ 12,500 രൂപ സക്കാത്ത് കൊടുക്കണം. സഹോദരിമാരെ, കൊടുത്തോ? എല്ലാവരും ആലോചിച്ചോ? അല്ലെങ്കിലോ യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം ഫതുഖ്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വളുഹൂറുഹും. എത്ര വേദനിപ്പിക്കുന്ന ഖുർആനിലൊരു വചനമാണിത്. കൊടുക്കാതെ കെട്ടിപ്പൂട്ടി വെച്ച സ്വർണം, സമ്പത്ത് നമ്മുടെ ശരീരത്തിൽ പ്രിയപ്പെട്ടവരെ ഖണ്ഡാഭരണമായി അടിയിക്കപ്പെടുമെന്നും, ഒരു സ്ഥലത്ത് സയുത്തവഖൂനമാ ബഖ്ലൂ ബിഹി യൗമൽ ഖിയാമ, ഒരു സ്ഥലത്ത് യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം. അല്ലാഹു സുബ്ഹാനഹു തആല കൊണ്ട് ശരീരാകെ പൊള്ളിപ്പിക്കുമെന്നാണ്, നരകത്തിലെ തീ കൊണ്ട്. അതുകൊണ്ടാണ് ഫാത്തിമ, നിന്റെ കയ്യിൽ കളക്കുന്ന ഈ 2 വള തീയിൻ്റെ വളയായി അണിയിക്കപ്പെടാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് മഹാനായ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ജീവിത വിശുദ്ധിയുടെ ഒരു വഴിയാണ് നമ്മുടെ ജീവിതത്തിൽ സക്കാത്ത്, സാമ്പത്തിക രംഗം ക്ലിയറാക്കുക എന്നത് അല്ലേ? ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. നമ്മുടെ ജീവിതം വിശുദ്ധമാകാനാണ്, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതത്തിൻ്റെ ഉടമകളായി ഞാനും നിങ്ങളും മാറാനാണ് നിസ്കാരവും അതുപോലെ തന്നെ സക്കാത്തും നോമ്പും ഹജ്ജും എല്ലാ കർമ്മങ്ങളും. ശ്രദ്ധിക്കൂ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ അതിലൂടെയൊക്കെ ഒരു സംസ്കരണം നമ്മുടെ ജീവിതത്തിൽ വരണം. 5 നേരം നിസ്കരിക്കുന്ന ജീവിതത്തിൽ ഒരു തെറ്റും ഉണ്ടാവില്ല എന്നാണ്. ഈ 5 നേരം നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് സുഹൃത്തുക്കളെ? നിസ്കരിക്കണവരാണ് എല്ലാവരും, പക്ഷെ 5 നേരം കൃത്യമായി നമസ്കരിക്കുന്ന എണ്ണം കുറവാണ്. നിങ്ങളെല്ലാവരും ആലോചിക്കും, ഈ സംസാരം ഇങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കും, നമ്മളിങ്ങനെ പറയാം, ഇപ്പം എല്ലാവരും നിസ്കാരം തുടങ്ങിയിട്ടുണ്ട്, എല്ലാവരും നന്നായിട്ടുണ്ട്. പക്ഷേ നിസ്കാരം തുടങ്ങി എന്ന് പറയുമ്പോൾ നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെങ്കിൽ 5 നേരം നിസ്കരിക്കണം. വെള്ളിയാഴ്ച പള്ളിയിൽ പോയി എന്നതുകൊണ്ട് നമസ്കാരക്കാരനാവില്ല. റമളാനിലായിട്ട് കുറച്ച് നിസ്കാരമൊക്കെ ഒന്ന് ഉഷാറായി എന്നതുകൊണ്ട് നിസ്കാരക്കാരാവില്ല. പെരുന്നാൾക്ക് പള്ളിയിൽ പോയതുകൊണ്ട് നിസ്കാരക്കാരാവില്ല. കൃത്യമായി അല്ലാഹു നിസ്കാരക്കാരിൽ നമ്മൾ പെടുത്തണമെങ്കിൽ 5 നേരം കൃത്യമായി നമസ്കരിക്കണം പ്രിയപ്പെട്ടവരെ. ഉൾവിളിയോടുകൂടി നിസ്കരിക്കണം. ഒരു കല്യാണപ്പരയാണോ കുറേ ആളുകൾ നിസ്കാരമില്ല. മരിച്ച വീടാണോ അതിൻ്റെ വിഷമത്തിനും ദുഃഖത്തിനും നിസ്കാരം ഒഴിവാക്കുന്നവരുണ്ട്. ആശുപത്രിയിലാണോ കൂടെ നിൽക്കുന്നവർക്ക് ഒട്ടുമിക്ക ആളുകൾക്കുമില്ല, കിടക്കണവനൊട്ടുമില്ല, കൂടെ നിൽക്കുന്നവർക്കും കുറേ വിശ്വാസികളാണ്. ശരിയാവോ എന്നുള്ള കാഴ്ചപ്പാടുകളാണ്. പ്രിയപ്പെട്ടവരെ, പരലോകത്തെത്തുമ്പോൾ സഖറിലേക്ക് പോകുന്നവരാരാ? മാസലക്കും ഫീ സഖറും ഖാലൂ ലൻ നകു മിനൽ മുസല്ലീൻ. സുഹൃത്തുക്കളെ, വലീദ് ബിൻ മുഗീറയുമായി ബന്ധപ്പെട്ടാണ് ആ സൂറയിൽ ആ വിഷയം വന്നത്. ഖുർആൻ പഠിച്ചിട്ടും മനസ്സിലാക്കിയിട്ടും യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടിട്ടും സത്യത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കാത്ത ഒരു മനുഷ്യനാണ് വലീദ് ബിൻ മുഗീറ. ഖുർആൻ അല്ലാഹുവിൻ്റെ കലാമാണെന്നറിഞ്ഞു, പരലോകം സത്യമാണെന്നറിഞ്ഞു,
മുഹമ്മദ് നബി അള്ളാഹിൻ്റെ ദൂതനാണെന്ന് കറക്റ്റ് ബോധ്യപ്പെട്ടിട്ടും ആളുകളുടെ കയ്യടി കിട്ടാൻ, ആളുകൾക്കിടയിൽ സ്വീകാര്യത ലഭിക്കാൻ വന്ന വഴിയിൽ തിരിച്ചുപോയ അള്ളാഹുവിൻ്റെ ലഅനത്തിന് കാരണമായി തീരുന്നൊരു വ്യക്തിയാണ് വലീദ് ഇബ്നു മുഗീറ. അള്ളാഹിൻ്റെ ഖുർആൻ പഠിക്കുന്ന മജ്ലിസുകൾ കൃത്യമായി എത്തിപ്പെടുന്ന, മലയാളത്തിൽ ഖുത്ബ കേട്ടുകൊണ്ടിരിക്കുന്ന, കാര്യങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞ പ്രിയപ്പെട്ടവരെ, എല്ലാ കാര്യങ്ങളും മനസ്സിലായി സക്കാത്ത് കൊടുക്കുന്നില്ല, ജീവിതത്തിൽ വിശുദ്ധി ഞാൻ നിങ്ങളും കാത്തു സൂക്ഷിക്കുന്നില്ലെങ്കിൽ വലീദ് ഇബ്നു മുഗീറയെ പറ്റി പറഞ്ഞ ആയത്ത് നമുക്ക് വരുമോ എന്ന് ഭയപ്പെടണം. അവൻ്റെ കാര്യത്തിൽ അല്ലാഹ് പറയുകയാണ്, സഉസ്ലീഹി സഖർ, ഓനെ സഖറിലിട്ട് കരിക്കും. എന്താ സുഹൃത്തേ സഖർ എന്ന് പറഞ്ഞാൽ? തലയോട്ടിയെ കരിച്ചു കളയുന്ന തീജ്വാലയുടെ പേരാണ് സഖർ. നരകത്തിന് വ്യത്യസ്ത പേരുണ്ട്, ഒരു പേര് സഖറാണ്. ഈ സഖറിൽ നിസ്കരിക്കാത്തൊരു പടച്ചോൻ പ്രവേശിപ്പിക്കുമെന്നാണ്. അതാണ് നരകത്ത് ഇങ്ങനെ ഈ സഖറിലേക്ക് പോയി ഇങ്ങനെ കരിയണ സമയത്ത് മലക്കുകൾ ചോദിക്കുകയാണ്, എന്തേ കോട്ടെ നിങ്ങൾ സഖറിൽ കരിയാൻ കാരണം? അവർ പറയാ, കാലൂലം നക്കു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല. സുഹൃത്തെ, കൃത്യമായി 5 നേരം ഉൾവിളികളോടുകൂടി നിസ്കരിക്കാത്തവൻ നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ നാളെ പരലോകത്തുപെടൂല. 5 നേരം കൃത്യമായി നിസ്കരിക്കുന്നത് പിന്നെ കള്ളത്തരം ചെയ്യാൻ പറ്റില്ല, മറ്റവനെ വഞ്ചിക്കാൻ പറ്റില്ല, ഒരു ഹറാമും ചെയ്യാൻ പറ്റില്ല. കാരണം റസൂലുള്ളാഹി പറഞ്ഞത് ഹൽ യബ്ഖാ മിൻ ദർനി ശൈഉൻ. റസൂലുള്ളാഹി ചോദിക്കുകയാണ്, 5 നേരം കൃത്യമായി നിസ്കരിക്കുന്നവൻ്റെ ശരീരത്തിൽ വല്ല ചെളിയും ബാക്കിയാകോ? ലാ യാ റസൂലല്ലാഹ് കദാലിക മസ്സലു സലവാത്തുൽ ഖംസ്. അങ്ങനെയാണ് 5 നേരം നിസ്കാരം എന്നാണ്. പ്രിയപ്പെട്ടവരെ, കൃത്യമായി 5 നേരത്ത് നിസ്കാരമുണ്ട്, ചിട്ടയുണ്ടോ, ജീവിതം സംശുദ്ധമാകും. നമ്മൾ മനസ്സിലാക്കേണ്ടത് നിസ്കാരം, നോമ്പും, ഹജ്ജും എല്ലാ ഇസ്ലാമികമായ നമ്മോട് ആവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തെ വിമലീകരിക്കുക എന്നാണ് ഇസ്ലാം ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ, ആ നിലക്ക് സംസ്കരണത്തിലേക്ക്, അഥവാ നമ്മുടെ മനസ്സിനെ ചെളിയെ കഴുകി വൃത്തിയായിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹീതമായ ഒരു വഴിയിലൂടെയാണ് ഞാൻ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ ലോകത്തെ ഏറ്റവും വലിയ സമ്പാദ്യ സൂചിപ്പിലുള്ള തത്വയാണെന്ന് ഞാൻ ഓതിക്കേൾപ്പിച്ച ആയത്തിലേക്ക് കടന്നു വരികയാണ്. ആരല്ലാഹനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഓതിയ ആയത്ത് സൂറത്ത് ത്വലാഖിലൊരു വചനമാണ്. ആരല്ലാഹനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചോ അള്ളാഹുവിന് മഖ്റജ് കൊടുക്കുന്ന. എന്താ അള്ളാഹനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ? മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു നൽകിയ നിർവചനമുണ്ട്, അള്ളാഹനെ പേടിയുള്ളവനാകുക എന്നുള്ള. അൽ ഖൗഫു മിനൽ ജലീൽ, പടച്ചോനെ പേടിക്കുക. എന്താ പടച്ചോനെ പേടിക്കുക എന്ന് പറഞ്ഞാൽ? അപ്പം ഞാൻ ഈ സംസാരിക്കണം, നിങ്ങൾ ഈ കാതോടുത്തിരിക്കണം, അള്ളാഹ് കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു മിനിറ്റും നമ്മുടെ ജീവിതത്തിൽ അവൻ കാണാത്തില്ല പ്രിയപ്പെട്ടവരെ. അല്ലേ, നമ്മൾ ക്യാമറയുടെ പിറകിലാണെന്ന് പറയുമ്പോൾ, അല്ലേ, നമ്മുടെ ഓരോരോ ചലനങ്ങൾ ഒപ്പിയെടുക്കും എന്ന് പറയുമ്പോൾ നമുക്കൊരു ബേജാറുണ്ടല്ലോ. യഥാർത്ഥത്തിൽ 24 മണിക്കൂർ നമ്മുടെ കാര്യങ്ങൾ കൃത്യമായി സുഖമായി കിടന്നുറങ്ങുകയാണെങ്കിലും അവിടെ റെക്കോർഡിങ് നടക്കുകയാണ്. ആ രംഗം പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ്. നമ്മളെ കാര്യങ്ങൾ കൃത്യമായി എഴുതി വെക്കുന്നു. അല്പം ബേജാറാകേണ്ട ഒട്ടനവധി ആയത്തുകളുണ്ട്. വഇന്നലൈക്കും ലഹാഫിലീൻ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫ്അലൂൻ. തീർച്ചയായും നിങ്ങളുടെ മേൽനോട്ടക്കാരുണ്ട്. ഈ സദസ്സിൽ വന്നിരുന്നു കൊണ്ട് ഈ നസീഹത്ത് കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു അവൻ, നമ്മളെ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുന്നു അവൻ. നമ്മുടെ മനസ്സിൻ്റെ പരിശുദ്ധി അവർ വായിച്ച് മനസ്സിലാക്കുന്നു, എല്ലാം എഴുതി രേഖപ്പെടുത്തുകയാണ്. ആ റെക്കോർഡിങ്ങിനെ പറ്റിയൊരു ഭയപ്പാട് പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകണം. അതാണ് അള്ളാഹിനെ പറ്റിയുള്ള ഭയപ്പാടെന്നുകൊണ്ട് ഉദ്ദേശ്യം. ഖബറുകളിൽ നിന്ന് ഞാനും നിങ്ങളും എങ്ങനെ റബ്ബിൻ്റെ മുന്നിലേക്ക് വരിക? പോണ്ടേ പ്രിയപ്പെട്ടവരെ? നമുക്ക് എന്തൊക്കെ രോഗങ്ങൾ പല ആളുകൾക്കും നമ്മുടെ കൂട്ടത്തിലുണ്ട്, എന്തെല്ലാം മാരക രോഗങ്ങളാൽ വിഷമിക്കുന്നവരുണ്ട്. സുഹൃത്തുക്കളെ, നമുക്കൊരു കുഴപ്പമില്ല, പരിശോധനയിൽ നമുക്കൊരു പ്രശ്നമില്ലെന്ന് നമുക്ക് തോന്നുന്നുവെങ്കിലും പ്രിയപ്പെട്ടവരെ, എന്തും എപ്പോഴും സംഭവിക്കാം. എപ്പോഴും നമ്മൾ ആ തിരിച്ചറിവുള്ളവരായി തീരണം. ഈ ഒരു ബോധം, ആ ഒരു തിരിച്ചറിവുണ്ടാകണം. യാത്രയെ പറ്റിയുള്ള ആലോചന എല്ലാം അല്ലാഹു റെക്കോർഡ് ചെയ്യാം. ഖബറിനെ നമ്മൾ എങ്ങനെ റബ്ബിൻ്റെ മുന്നിലേക്ക് വരുന്നോ, ഈ റെക്കോർഡും ചുമന്നൊരു മലക്കും നമ്മളെ കൈ പിടിക്കാനൊരു മലക്കും ഇടേ അള്ളാഹിൻ്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് നമ്മളുടെ ഏൽപ്പിക്കാൻ. അളകാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ. ഇതൊക്കെ ഒന്ന് അല്പം ആലോചിക്കണം. നമ്മൾ ഈ ഓട്ടത്തിൻ്റെ ഇടയിൽ, ഈ ദുനിയാവിൻ്റെ പളപളപ്പിൻ്റെ പിന്നിൽ നമ്മുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെ പറ്റി ഓർക്കാൻ പറ്റുന്നില്ല പ്രിയപ്പെട്ടവരെ. മുത്ത് റസൂലും സഹാബത്തും അവർ കരഞ്ഞിരുന്നുവെങ്കിൽ, വിഷമിച്ചിരുന്നുവെങ്കിൽ ആഖിറത്തിനെ പറ്റി ഓർത്തുകൊണ്ടായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ മുത്ത് റസൂലിന്റെ നസീഹത്ത് നടക്കുന്ന മജ്ലിസിൽ കരയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കരയുന്നു. വിശ്വാസത്തിൻ്റെ കൃത്യതയിലേക്ക് വന്നതിന് ശേഷം റസൂലുള്ളാഹിനെ വിടാതെ കൂടിയ അനുഗ്രഹീതനായ ഒരു സഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഇങ്ങനെ കരയണാണ്. റസൂലുള്ളാഹി ചോദിക്കാണ്, എന്തിനാ അബൂ ഹുറൈറ നീ കരയുന്നത്? പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും കരയാറുണ്ട്. പരലോകത്തെ പറ്റി ഓർത്തുകൊണ്ട് കരയാൻ നമുക്ക് സാധിക്കുന്നില്ല. വീട്ടിലെ പ്രശ്നം നമ്മളെ കരയിപ്പിക്കാറുണ്ട്, സാമ്പത്തിക പ്രശ്നങ്ങൾ നമ്മളെ കരയിപ്പിക്കാറുണ്ട്.
മറ്റു പല കാര്യങ്ങളും നമ്മുടെ കണ്ണിൽ വെള്ളം നിറക്കാറുണ്ട്. പക്ഷേ റഹ്മാനായ റബ്ബിൻ്റെ മുന്നിൽ കൈകെട്ടിയെന്ന് എൻ്റെ റെക്കോർഡ് പരിശോധിക്കുന്ന എൻ്റെ അവസ്ഥ എന്താണ്? ഓർത്തോർത്തുകൊണ്ട് ഇടറാൻ വിതുമ്പുന്ന മനസ്സിൻ്റെ ഉടമകളാകാൻ സാധിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂൽ ചോദിച്ചു, എന്താ കരയുന്നത്? അള്ളാഹിൻ്റെ റസൂലിനോട് ആ സഹാബി പറഞ്ഞു, നബിയേ, ജീവിതത്തോടുള്ള കൊതിയൊന്നും എന്നെ കരയിപ്പിക്കുന്നില്ല. മരണം എന്നെ വല്ലാതെ മരണത്തെ പറ്റിയുള്ള ചിന്തയുമല്ല. പക്ഷെ എൻ്റെ കയ്യിൽ കാര്യമായിട്ടൊന്നുമില്ല. കുറേ കടമ്പകൾ കടന്നു പോകാനുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകരെ, കൈകളിൽ വിഭവങ്ങളുടെ കുറവാണ് ഈ അബൂ ഹുറൈറയെ കരയിപ്പിച്ചതെന്ന് പറയുന്നുവെങ്കിൽ ആലോചിക്കണേ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ അവസ്ഥ എന്താ? അള്ളാഹിൻ്റെ മുന്നിലെ ഞാൻ നിങ്ങൾ ചെല്ലുമ്പോൾ ഓരോരുത്തരും റബ്ബിൻ്റെ മുന്നിലേക്ക് വരെ എങ്ങനെ തെളിക്കാൻ ഒരു മനുഷ്യനും അല്ലേ നമ്മളങ്ങനെ കൊണ്ടുപോയിട്ട് നമ്മുടെ റെക്കോർഡ് റബ്ബിൻ്റെ മുന്നിൽ ഏൽപ്പിക്കും. 75 കൊല്ലം ജീവിച്ചിട്ടുണ്ടെങ്കിലേ 4-ാം മാസം മുതൽ എഴുതാൻ തുടങ്ങിയ കറക്റ്റ് റെക്കോർഡ്, ഒന്നും വിട്ടുപോകാത്ത രേഖ. ഒറ്റ ഘോരശബ്ദം റബ്ബിൻ്റെ മുന്നിൽ ഞാൻ നിങ്ങളും എത്തുകയാണ്. വൈദസുഫിനുശിറത്ത്, രേഖ നമ്മുടെ മുന്നിൽ നിരത്തി വെച്ച് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ റെക്കോർഡിൻ്റെ പരിശോധന? എങ്ങനെ പരിശോധന? ആരാ പരിശോധിക്കുന്നത്? ഞാൻ നിങ്ങളുമാണ്. നിങ്ങളോട് പറയും, എന്നോട് പറയും, വായിച്ചു നോക്കടാ. അള്ളാഹു നീതിമാനാട്ടോ പ്രിയപ്പെട്ടവരെ. ഒരടിമയോടും അള്ളാഹു നീതി കാണിക്കൂല. നിങ്ങൾ ചെയ്യാത്തതിൽ കടന്നു വരില്ല, നിങ്ങൾ ചെയ്തതിൽ അകപ്പെടാതിരിക്കുകയുമില്ല. ഇരുട്ടത്ത് വെച്ചും ആരും കാണാതെയും രക്തത്തിളപ്പിലും വിജനമായ സ്ഥലത്തും വാതിലടച്ചിട്ട റൂമിൽ വെച്ചും ചെയ്തതൊക്കെയും പ്രിയപ്പെട്ടവരെ ഒരു സ്ക്രീനിൽ തെളിയുന്നത് പോലെ അവിടെ കാണുകയാണ്. ഒരു സ്ക്രീനിൽ കാണുന്നത് പോലെ. എത്ര ആയത്തുകളുണ്ട്? ഇതിങ്ങനെ കാണുമ്പോഴേ പടച്ചോനെ, ഞാൻ മണ്ണായിപ്പോയെങ്കിൽ, വിചാരണയില്ലായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവർ ചിലർ കണ്ണിൽ അവർ വല്ലാതെ വിഷമിച്ചു പോവുകയാണ്. കഹ്ഫ് സൂറയിലെ എനിക്കും നിങ്ങൾക്കും പരിചയമുള്ളൊരു വചനമില്ലേ? കിതാബ്, രേഖ മുന്നിൽ വെക്കുന്ന ദിവസം. ആലോചിക്കണേ പ്രിയപ്പെട്ടവരെ, വലിയൊരു കാലഘട്ടം നമ്മുടെ മുന്നിലും തിരിച്ചറിയണം. രേഖ നമ്മുടെ മുന്നിൽ നിരത്തി വെക്കുമ്പോൾ ഫതറൽ മുജ്രിമീന മുശ്ഫിഖീൻ, അള്ളാഹനെ മറന്ന് സഞ്ചരിച്ചവർ പേടിച്ച് ഭയവിഹുലരാകുന്ന നബിയെ നിനക്ക് കാണാം. ഇങ്ങോട്ട് വിളിച്ചപ്പോൾ അങ്ങോട്ട് പോയവൻ, സക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ശ്രദ്ധിക്കാത്തവൻ, ഹറാമായ ഹറാമിലൂടെയൊക്കെയും സഞ്ചരിച്ചവൻ, സാമ്പത്തിക രംഗത്ത് സൂക്ഷ്മത പുലർത്താത്തവൻ. സുഹൃത്തേ, ഫതറൽ മുജ്രിമീന മുശ്ഫിഖീൻ, കുറ്റവാളികൾ പേടിച്ച് പറകൊള്ളുകയാണ്. എന്നിട്ടവൻ നോക്കിയിട്ട് പറയുകയാണ്, മാലിഹാദിൽ കിതാബ്, എന്തൊരു രേഖയാണ് റബ്ബേ ഇത്. ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറാ ഇല്ലാ അഹ്സാഹാ, ഒന്നും ഇതിൽ വിട്ടുപോയിട്ടില്ലല്ലോ, ക്ലിപ്തമാക്കിയിട്ടുണ്ടല്ലോ സകലതും. അപ്പം അള്ളാഹ് പറയണോ, ഇങ്ങനെ ബേജാറാകുക. അവൻ്റെ കയ്യും കാലും അവനെതിരെ സംസാരിക്കും, ഭൂമി വർത്താനം പറയും. പരലോകത്തെ രംഗൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആരും കാണാതെ സ്ഥലത്ത് വെച്ച് തെറ്റ് ചെയ്താലേ ഭൂമി വർത്താനം പറയും. ഹബീബായ പ്രവാചകൻ ഈ ആയത്ത് സഹാബത്തിന് വിശദീകരിച്ചു കൊടുത്തപ്പോൾ സഹാബത്ത് ചോദിച്ചു, നബിയേ മാ അഖ്ബാറുഹാ യാ റസൂലല്ലാഹ്, ഭൂമിയുടെ വർത്തമാനം പറയിൽ എന്താണ് പ്രവാചകരെ? റസൂലുള്ളാഹി പറയുകയാണ്, അൻത ശഹദ, ഇന്ന പ്രവർത്തനം ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന സമയത്ത് ചെയ്തു എന്ന് ഭൂമി റബ്ബിനോടാണ് പറയും. എന്താ പരലോകത്തിൻ്റെ അവസ്ഥ? തരികിട കൊണ്ട് രക്ഷപ്പെടില്ല പ്രിയപ്പെട്ടവരെ. കൈകളിൽ നന്മകൾ ഉണ്ടെങ്കിൽ വിയർത്തു പോകും, പ്രയാസപ്പെട്ടു പോകും, വിഷമിച്ചു പോകും. അപ്പം അള്ളാഹ് പറയാണ്, ആ രേഖയിൽ നീ ചെയ്യാത്തത് എന്തെങ്കിലും കയറി കൂടിയിട്ടുണ്ടോ? ഓന് പറയാൻ പറ്റൂല. വവജദു മാ അമിലു ഹാദിറ, ഈ ചെയ്തൊക്കെ ഹാദിറാണ്. മറ്റു സ്ഥലത്തുള്ള പറയാം, ഹാദാ കിതാബുനാ യൻതിഖു അലൈക്കും ബിൽ ഹഖ്, ഹാദാ കിതാബുനാ യൻതിഖു അലൈക്കും ബിൽ ഹഖ് ഇന്നാ കുന്നാ നസ്തൻസിഖു മാ കുൻതും തഅമലൂൻ. ഈ റെക്കോർഡ് ഏതാണെന്ന് അറിയണോ? ഈ രേഖ ഏതാണെന്നറിയണോ? ഞാൻ എഴുതിയെടുത്തുകൊണ്ടിരിക്കുന്നു. ആരെ പ്രിയപ്പെട്ടവർ ചുമതലപ്പെടുത്തിയിരിക്കണമെന്നോ? നമ്മളെ ഒരു മനുഷ്യന്മാരെ ഈ റെക്കോർഡിങ് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ഉറക്കം വരും, കുറച്ച് കഴിഞ്ഞാൽ മൂത്രമൊഴിക്കാൻ പോകണം, കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകണം, അല്ലേ? നമ്മളെ ക്ഷീണം, വ്യത്യസ്ത അവസ്ഥകൾ എനിക്കും നിങ്ങൾക്കുണ്ടല്ലോ. ഒരു അള്ള പറഞ്ഞതിൽ അപ്പുറം ഒന്നും ചെയ്യാത്ത ഉൽക്കിട്ട സെട്ടികളെയാണ് ഈ ഡ്യൂട്ടി അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്നത്. ലാ യഅ്സൂന അല്ലാഹ മാ അമറഹും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ പറ്റിയുള്ളൊരു ഭയപ്പാട് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം. മഹാനായ പ്രവാചകൻ ഒരു ഉമ്മത്തിനെ സംസ്കരിച്ചെങ്ങനെയാണ്? ഈ ഭയപ്പാടോ ഹൃദയത്തിൽ ഇട്ട് കൊടുത്തു, അള്ളാഹിനെ ഒലിക്കണ് പരിചയപ്പെടുത്തി കൊടുത്തു.
അവൻ്റെ കൃത്യമായ മുറാഖബത്ത് ഓലെ ഹൃദയത്തിൽ പതിഞ്ഞു. തെറ്റ് ചെയ്തവർ റസൂലുള്ളാഹിനെ വന്ന് സങ്കടം ബോധ്യപ്പെടുത്തി. ഒരിക്കൽ റസൂലുള്ളാഹി ഒരായത്ത് ഇങ്ങനെ വിശദീകരിക്കുമ്പോൾ ഒരു സഹാബി ആ സദസ്സിൽ നിന്ന് പൊട്ടിക്കരയുകയാണ്. വൈദൽ മഊദതു സുഇല ബിഅയ്യി ദമ്മിൻ ഖുതിലത്ത്. തൻ്റെ കുഞ്ഞിനെ ജീവനോടെ കുഴിച്ചു മൂടിയ, കാലങ്ങളായി കുഴിച്ചു മൂടരുതെന്ന് വിചാരിച്ചു, പിന്നെ ജാഹിലിയത്ത് പ്രേരിപ്പിച്ച് തൻ്റെ കുഞ്ഞിനെ കുഴിച്ചു മൂടിയ ഒരു സഹോദരൻ സദസ്സിൽ നിന്നുകൊണ്ട് പൊട്ടിക്കരയുന്നു. അവിടേക്ക് എങ്ങനെ അവർ എത്തി? പ്രിയപ്പെട്ടവരെ, പരലോകം അവിടെ ഹൃദയത്തെ ആ രൂപത്തിലാക്കി എന്നതാണ്. അതുകൊണ്ട് തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പറ്റിയുള്ള കറക്റ്റ് ഒരു ഭയപ്പാട്. എന്താ? മായകൂനു മിൻ നജ്വാ സലാസത്തിൻ ഇല്ലാ ഹുവ റാബിയുഹും. നിങ്ങൾ മൂന്നാളിരുന്നിട്ട് ഇങ്ങനെ എന്തോ ഒരു കൂടാലും നടത്തുകയാണെങ്കിൽ നാലാമത്തെ ഒരു ചെവിയുടെ അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. ഒറ്റക്കാണോ? ഇദാ മാ ഖലൗത ദഹറ യൗമൻ ഫലാ തഖുൽ ഖലൗതു വലാകിൻ കുൽ അലയ്യാ റഖീബു. ഒരു സ്ഥലത്ത് നീ തനിച്ചാണെങ്കിൽ ഹലോ ഞാൻ ഒറ്റക്കാണ്, അല്ലടോ അള്ളയും കൂടെ ഉണ്ട്. കുൽ അലയ്യാ റഖീബു. ഈ ഒരു ഭയപ്പാടിലേക്ക് നമുക്ക് ഉയരാൻ പറ്റണം. ഒരു തെറ്റും ചെയ്യില്ല പ്രിയപ്പെട്ടവരെ. ഇതില്ലാത്തതുകൊണ്ടാണ് കാപ്പിട്ടത്തിൻ്റെ മുഖം മൂടി അണിഞ്ഞ് സമൂഹത്തിൽ പലരും മുന്നോട്ട് പോകുന്നത്. ആളുകൾക്കിടയിൽ വളരെ ഉഷാറാണ്. ഇരുട്ടിൻ്റെ മറവിൽ സകല നെറികേടുകളും ചെയ്യുന്ന ആളുകളാണ് പ്രിയപ്പെട്ടവരെ ഒട്ടുമിക്ക ആളുകളും. റബ്ബുൽ ഇസ്സത്ത് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനത്തെ ഒരു നല്ലോണം പേടിച്ചോളി. പരലോകത്തെത്തുന്ന സമയത്ത് ആമിലത്തുൻ നാസിബിയായിത്തീരും. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളൊക്കെ കണ്ണു തുറിപ്പിക്കുന്ന രൂപത്തിൽ പഠിപ്പിച്ച പ്രവാചകൻ്റെ ഒരു തിരുവചനമുണ്ട്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതാണ്. സൂക്ഷ്മതയുമായി ബന്ധപ്പെട്ട്, ജീവിതത്തിൻ്റെ വിശുദ്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പുണ്യ റമദാനിൽ ഈ അനുഗ്രഹീതമായ സദസ്സിൽ നിന്നുകൊണ്ട് ആലോചിക്കുമ്പോൾ മുത്ത് റസൂൽ പഠിപ്പിച്ച ഈ ഒരു തിരുവചനം നമ്മുടെ മനസ്സിൽ കൊണ്ടു നടന്നു. അല്ലാഹുവിൻ്റെ റസൂൽ പറയാം, എൻ്റെ ഉമ്മത്തിൽ കുറച്ച് ആളുകൾ വരാനുണ്ട്. തിഹാമാ മല പോലെ, തിഹാമാ ബൈളാഹ്, വെളുത്ത തിഹാമാ മല പോലെ കർമ്മങ്ങളുമായി കടന്നു വരുന്നവർ. പ്രിയപ്പെട്ടവരെ, നമ്മളാണ്, ഞാനും നിങ്ങളുമാണത്. നമ്മൾ തൗഹീദുള്ളവരാണ്. ബദരീങ്ങളെ കാക്കണേ രക്ഷിക്കണേ എന്ന് വിളിച്ചു പാത്തിക്കാത്തവരാണ്. സൃഷ്ടിച്ച റബ്ബിനോട് മാത്രം ദുആയിരിക്കുന്നവരാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ കണിശതയുള്ളവരാണ്, കൃത്യതയുള്ളവരാണ്. അൽഹംദുലില്ലാഹ്, വല്ലാത്തൊരു ഭാഗ്യമാണ് പ്രിയപ്പെട്ടവരെ. മഹാന്മാരായ ഒട്ടനവധി ആളുകൾക്ക് ലഭിക്കാത്ത വിശ്വാസത്തിൻ്റെ തെളിച്ചം കിട്ടിയവരാണ് ഞാനും നിങ്ങളും. മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കഠിനാധ്വാനം ചെയ്തിട്ട് ആസർ എന്ന വ്യക്തിക്ക് ഈ വിശ്വാസത്തിൻ്റെ കൃത്യതയിലേക്ക് വരാൻ പറ്റിയില്ല പ്രിയപ്പെട്ടവരെ. മുത്ത് റസൂൽ ആകുമ്പാട് ശ്രമിച്ചിട്ട് അബൂതാലിബിന് കിട്ടാത്ത ലാ ഇലാഹ ഇല്ലല്ലാഹ് കിട്ടിയവരാ ഞാനും നിങ്ങളും. ഒരു 950 വർഷം രാപ്പകില്ലാതെ അധ്വാനിച്ചിട്ട് നൂഹ് നബിക്ക് തൻ്റെ കൂടെ കഴിഞ്ഞ ഇണക്ക് നൽകാൻ പറ്റാത്ത ആദർശത്തിൻ്റെ തെളിച്ചത്തിലേക്ക് വന്നവരാ ഞാനും നിങ്ങൾ. നമ്മൾ എത്ര ഭാഗ്യമുള്ള ആളുകളാണ്. അള്ളാഹുവിൻ്റെ തൗഫീഖല്ല പ്രിയപ്പെട്ടവരേത്. അള്ളാഹു ഈ ഒരു മനസ്സോടെ ജീവിച്ച് മരിച്ചു പോകാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. എന്നാൽ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ വിശുദ്ധിയില്ലെങ്കിൽ എത്ര കർമ്മങ്ങൾ ഉണ്ടായിട്ട് നാളെ പരലോകത്ത് കാര്യമില്ല. മഹാനായ പ്രവാചകൻ തിരുമേനി പഠിപ്പിക്കുകയാണ്, ഒരു സംഘം ആളുകൾ എൻ്റെ ഉമ്മത്തിൽ നിന്ന് പരലോകത്ത് വരാനുണ്ട്. അവരാരാ? റസൂലുള്ളാഹി പറയുന്നു, അഅ്മാലുഹും കജിബാലി തിഹാമാ ബൈളാ. ഓല കർമ്മങ്ങൾ തിഹാമാ മല പോലെയുള്ള കർമ്മങ്ങളാണ്. അത്രക്കും സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. സുന്നത്തായ സുന്നത്തുകളൊക്കെ ചെയ്തിട്ടുണ്ട്, നോമ്പ് നോറ്റിട്ടുണ്ട്, സക്കാത്ത് കൊടുത്തിട്ടുണ്ട്, സദക്ക ചെയ്തിട്ടുണ്ട്, ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഉംറ ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളിലും ഒന്നാമന്മാരാണ്. എന്നിട്ടോ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫജഅലഹു ഹബാഅൻ മൻസൂറാ. ആ വരുന്ന ആളുകളുടെ കർമ്മങ്ങളെല്ലാം അല്ലാഹ് കാറ്റിൽ വിതറിയ ധൂളി പോലെയാക്കി തീർക്കും. ഒരു വിഭാഗം ഇങ്ങനെ വരും. പടച്ച റസൂലുള്ളാഹി പറയാണ്, ഓലെ കർമ്മങ്ങളൊക്കെ ഇങ്ങനെ ഒഴിവാക്കിക്കളയും. കർമ്മങ്ങൾ ഫലപ്രദമാകാത്തവർ. ഈ ഹദീസ് പ്രവാചകൻ തിരുമേനി സഹാബത്തിന് ഇങ്ങനെ കേൾപ്പിച്ചപ്പോൾ എന്ത് സ്നേഹ പ്രിയപ്പെട്ടവരെ റസൂലുള്ളാഹിക്ക് നമ്മോട്. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മൾ നരകത്ത് പോകരുത്, നമ്മളെക്കാളും കൊതിയുള്ളവനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ പ്രവാചകൻ. അതുകൊണ്ടാണ് എല്ലാ അപകടങ്ങളെ പറ്റിയും എല്ലാ ചതിക്കുഴികളെ പറ്റിയും കൃത്യമായി റസൂൽ എന്തുകൊണ്ട് പഠിപ്പിച്ചു? നമ്മൾ ആ ചതിക്കുഴി, ഈ ക്ലാസ് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ഹദീസ് നെഞ്ചിലേറ്റിക്കോ. ഇതിൽ പെടാതിരിക്കാൻ വേണ്ടി ആ കാര്യങ്ങൾ റസൂൽ വിശദീകരിച്ചപ്പോൾ ഒരു സഹാബി എണീറ്റ് ചോദിക്കുകയാണ്, നബിയെ, സൗബാൻ റളിയല്ലാഹു അൻഹു എണീറ്റ് ചോദിക്കുകയാണ്. സൗബാൻ റളിയല്ലാഹു അൻഹു, ഈ സൗബാൻ റളിയല്ലാഹുവിൻ്റെ ചരിത്രം എന്താണെന്നോ? ഒരിക്കൽ റസൂൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം ഇങ്ങനെ കരയാണ്. ഓലൊക്കെ നബിനെ സ്നേഹിച്ചതിൻ്റെ ആഴവും പരപ്പും മനസ്സിലാക്കാൻ ഏതാനും ചില കാര്യങ്ങൾ മനസ്സിലാക്കും. ഈ സൗബാൻ പെരും കരച്ചില. റസൂൽ അങ്ങനെ കാണുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണുനീര് ചാലിട്ടൊടുക്കുന്നത്. റസൂൽ ചോദിച്ചു, എന്താ സൗബാൻ വിഷയം? ആ സഹായി പറഞ്ഞൊരു വാക്കെന്താണെന്ന്, നബിയെ, ഇപ്പം നിങ്ങൾ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.
നിങ്ങളുടെ കൂടെ വരാൻ പറ്റുന്നുണ്ട്, നിങ്ങളുടെ ഖുത്ബ കേൾക്കാൻ പറ്റുന്നു, നിങ്ങൾ വിളിച്ചിടത്തേക്ക് വരാൻ പറ്റുന്നു. നാളെ പരലോകത്ത് അങ്ങ് ഉന്നതമായ പദവിയിലാകുമ്പോൾ അങ്ങയൊന്ന് കാണാൻ എനിക്ക് സാധിക്കുമോ എന്നോർത്തപ്പോൾ കണ്ണുനീർ പൊഴിഞ്ഞതാണെന്ന് പറയുകയാണ്. വല്ലാത്തൊരു ചോദ്യമാണ്. റസൂലുള്ളാഹി അതിന് ഉത്തരം കൊടുക്കുക പറഞ്ഞാൽ അല്പം ശ്രമകരാണല്ലോ. നബിയോട് പറയാം, നബിയെ ഇപ്പം നിങ്ങളെ കാണാൻ പറ്റുന്നുണ്ട്, അവിടെ വെച്ചിട്ട് ഇപ്പം നിങ്ങളെ കാണാൻ പറ്റുമോ, നിങ്ങളൊന്ന് അടുത്ത് വന്നിരിക്കാനൊക്കെ പറ്റുമോ എന്നാണ് ആലോചിച്ചപ്പോൾ സങ്കടം വന്നു. ഓലൊക്കെ സങ്കടവും വിഷമമൊക്കെ അങ്ങനെയായിരുന്നു. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കുഴപ്പമില്ല, അവിടെ എത്തുമ്പോൾ നമുക്ക് പരിഗണിക്കാം, എന്നൊക്കെ നമ്മൾ കൂട്ടിക്കൊണ്ടേക്കൊണ്ടെന്ന് പറയാൻ പറ്റുമല്ലോ. വഹീൻ്റെ കാര്യമല്ലേ, അള്ളാഹുവിൻ്റെ കാര്യമല്ലേ, അള്ളാഹുവിൻ്റെ തീരുമാനം എടുക്കേണ്ട വിഷയമല്ലേ. പക്ഷേ മഹാനായ പ്രവാചകൻ തിരുമേനി അല്പം കഴിഞ്ഞപ്പോൾ വിശ്വാസികളെ സമാധാനിപ്പിച്ചുകൊണ്ട് ഖുർആൻ ആയത്ത് അവതീർണമാവുകയാണ്. അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും അനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തിയാൽ മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസിദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. സൗബാൻ, നിന്റെ കാര്യത്തിൽ പടച്ച റബ്ബ്, ഏഴാകാശങ്ങൾക്ക് മീതെയുള്ള റബ്ബ് നിന്റെ കണ്ണീര് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് മഹാനായ പ്രവാചകൻ തിരുമേനി ആ സഹാബിയെ സമാശ്വസിപ്പിച്ചിട്ടുണ്ട്. എന്തിലും ഇടപെടുന്ന അനുഗ്രഹീതനായ ഒരു സഹാബിയ. ഈ ഹദീസ് റസൂലുള്ളാഹി വിശദീകരിച്ചപ്പോഴും സൗബാൻ റളിയല്ലാഹു അൻഹു വേണ്ടി ചോദിക്കാൻ, നബിയെ സിഫ്ഹും ലന, പ്രവാചകരോട് പറയാം, നബിയെ ആരാണ് സിഫ്ഹും ലന വജല്ലിഹിം ലന ലാ നകൂന മഅഹും, ആരാണ് അവരെന്ന് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണം, ഞങ്ങൾ വിശദീകരിച്ച് തരണം. വലിയ കണ്ടമാന കർമ്മങ്ങളുമായി പരലോകത്തെത്തിയിട്ട് ഫലപ്രദമാകാത്തവർ ആരാണ് പ്രവാചകരെ ഞങ്ങൾക്ക് പറഞ്ഞു തരണം, ഞങ്ങൾക്കതിൽ പെടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധ പുലർത്താനാണ്, സൂക്ഷ്മത പുലർത്താനാണ് പ്രവാചകരെ എന്ന് ആ സ്വഹാബി റസൂലുള്ളാഹിനോട് ചോദിച്ചപ്പോൾ പ്രവാചകൻ തിരുമേനി പറഞ്ഞെന്താണെന്നോ, ഇഖ്വാനുക്കും, നിങ്ങളുടെ സഹോദരങ്ങൾ തന്നെയാണ്, നിങ്ങളടങ്ങുന്ന ആളുകൾ തന്നെയാണത്, നിങ്ങളെപ്പോലെയുള്ള ആളുകളാണ് നിസ്കരിക്കുന്നവർ, നോമ്പ് നോൽക്കുന്നവർ, ഇബാദത്തുകളൊക്കെയും ശ്രദ്ധയും സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുന്നവർ. പക്ഷെ എന്താ തകരാറ്? ശ്രദ്ധിച്ചോ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ സംസാരിക്കുന്നത് എന്നോടാണ്, നിങ്ങൾ ഓരോരുത്തരും സ്വന്തത്തോട് വിലയിരുത്തിക്കോ. എന്നാൽ എന്താണ് അവരുടെ തകരാറ്? റസൂലുള്ളാഹി പറയാം, ഇദാ ഖലൗ ബിമഹാരിമില്ലാ ഇൻതഹഖുഹാ, തെറ്റ് ചെയ്യാൻ ചാൻസ് കിട്ടിയാൽ ആണ് ചെയ്യും, ഹറാമ് ചെയ്യാൻ അവസരം കിട്ടിയാൽ ഒട്ടും നഷ്ടപ്പെടുത്തൂല. അങ്ങനത്തെവരാണവർ. ബാക്കിയൊക്കെ ഉഷാറാണ്, പള്ളിയിൽ ഒന്നാമത്തെ സഫിലൊക്കെ ഉണ്ട്, എന്തിലുണ്ട്. പക്ഷേ തനിച്ചാകുന്നൊരു സന്ദർഭം തനിക്കാരും എന്നറിയുന്നവനില്ല. ഞാൻ അങ്ങോട്ടും അറിയാത്തൊരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ വരുന്നു. അവിടെ പ്രിയപ്പെട്ടവരെ, ആ ചെളിക്കുണ്ടിൽ വീഴുന്നവനാണ് ഈ വിഭാഗത്തിൽപ്പെട്ടവനെന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കാൻ. ഇതാ ഹലോ ബി മഹാരിമില്ല. എല്ലാവരും പേടിച്ചോളിയും പ്രിയപ്പെട്ടവരെ. എല്ലാവർക്കും വേണ്ടാത്തരം ചെയ്യാൻ ചാൻസ് ഒന്നെങ്കിലും തരും, ആണിനും പെണ്ണിനും തരും. ഏതെങ്കിലും ചാൻസ് ഹറാമിൽ വീഴാനുള്ള തരും പ്രിയപ്പെട്ടവരെ. അവിടെ നമ്മുടെ ഈമാനിൻ്റെ മാറ്റ് നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും. അതാ തഖ്വ എന്ന് പറഞ്ഞാൽ, അതാ സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ, അതാ പടച്ചവനെ പേടി എന്ന് പറഞ്ഞാൽ. മറിയം ബീവിൻ്റെ അരികിലേക്ക് ഒരു പുരുഷൻ ഇങ്ങനെ വരിക, നല്ല സുമുഖനും സുന്ദരനുമായ ഒരു പുരുഷൻ. മറിയം ബീവിക്കറിയിൽ അത് ജിബീരിലാണെന്ന്. ഇതിൻ തബദത്ത് അലിഹ മക്കാനൻ അല്ലേ, വദുക്കുർ ഫിൽ കിതാബി മറിയം, മറിയമിനെ പറ്റി റസൂലേ പറഞ്ഞു കൊടുക്ക്. പ്രിയപ്പെട്ടവരെ, മറിയമ്മിൻ്റെ മുന്നിലേക്ക് ജിബ്രീൽ എന്ന മലക്കാണ് വരുന്നത്. കണ്ട മാത്രയിൽ, അതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ. ഇങ്ങനെ എടുത്ത് കാണിച്ചു തരാൻ പറ്റുന്നതല്ല തഖ്വ, സംശുദ്ധ ജീവിതം എന്നത്. ഒരു പുരുഷൻ, ഒരാണും പെണ്ണും തനിച്ചായ മൂന്നാമതെന്താ? ശൈത്താനാണ്. സാഹചര്യം ഉണ്ടാക്കാതിരിക്കാൻ ഇസ്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം മനുഷ്യനാണ് സാഹചര്യം അപകടത്തിലേക്ക് എത്തിക്കും. മനുഷ്യ മനസ്സിൻ്റെ ചായ്വ് തിന്മയിലേക്കാണ്. ഈ ആണിനിടെ കണ്ടപ്പോൾ പ്രാർത്ഥന നിരതയായ മറിയം അള്ളാനെ പേടിയുണ്ടോ താങ്കൾക്ക്? അള്ളാനെ സൂക്ഷിക്കണം നിങ്ങൾ, ഇന്ന ദേഹോപദ്രവം ഏൽപ്പിക്കല്ലേ. ഇതിന് കേട്ട മാത്രയിൽ ജിബ്രീൽ എന്ന മലക്ക് പറയാണ്, വേണ്ടാത്ത മനസ്സുമായി, ചീത്ത മനസ്സുമായി നിന്നെ ഉപദ്രവിക്കാൻ കടന്നു വന്നവനല്ല ഞാൻ. ഒരു കുട്ടി ഉണ്ടാകാൻ പോവുക, പേരറിയിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോഴും മുപ്പത്തിയായിരിക്കുണ്ട് വിശ്വാസമാണില്ല. കാലത്ത് തന്നെ എനിക്കെങ്ങനെ കുഞ്ഞു ജനിക്കും? പ്രിയപ്പെട്ടവരെ, ലോകാവസാനം വരെ, ഖിയാമത്ത് നാൾ വരേക്കും ലോകർക്ക് മാതൃകയായി മറിയമിനെ എന്തുകൊണ്ടെടുത്തു ധരിച്ചു? അഹ്സനത്ത് ഫർജഹ എന്നതാണ്. അഹ്സനത്ത് ഫർജഹ, തൻ്റെ ജീവിതത്തിൽ ആ ജനനേന്ദ്രത്തെ കാത്തു സൂക്ഷിച്ചു എന്നതാണ്. ശ്രദ്ധിച്ചോ പ്രിയപ്പെട്ടവരെ, തിന്മകളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കണം. ഹറാമുകളുടെ ലോകത്താണ്. അന്യ പെണ്ണുങ്ങളോട് ചാറ്റിംഗ് നടത്തുന്നവർ, അന്യ പെണ്ണുങ്ങൾക്ക് ഫോൺ വിളിക്കുന്നവർ,
അന്യ പെണ്ണുങ്ങളുമായി സ്വന്തം ഇണയോട് സംസാരിക്കുന്നതിലും മോശമായി. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ സിനയുടെ ഭാഗമാണെന്ന് ആലോചിച്ചു. തൊലിയിരിക്കും നാളെ പരലോകത്ത്. അപ്പം ഞാനൊരു തിന്മ ആരൊക്കെ കാണരുതെന്ന് ചെയ്തോ അവരുടെ സകലരുടെ മുന്നിലും ഞാൻ തെറ്റുകാരനായി നാളെ പരലോകത്ത് കൊണ്ടുവരും. പുറത്ത് തന്നിട്ടില്ലെങ്കിൽ റമളാൻ മാസമാണ് നല്ലോണം പൊറുക്കലിന് തേടിക്കൊള്ളു. അല്ലെങ്കിൽ പടച്ചും സകലരെയും തൊലിയിരിക്കും. അതാ മഹ്ശറാന്ന് പറഞ്ഞ ആരെന്ത് തെറ്റു ചെയ്തു നാളെ പരലോകത്ത് ചോദിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും തെറ്റുകളാൽ തിരിച്ചറിയപ്പെടുമെന്നാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ആ സൂക്ഷ്മത ഏറ്റവും പ്രധാനമാണ്. അള്ളാഹു തന്നെ കാണുന്നു എന്ന കൃത്യമായൊരു ധാരണ. മായൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. സജ്ജരായ മലക്കുകളില്ലാതൊരു കാര്യവും പ്രിയപ്പെട്ടവരെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ഭയപ്പാടാണ് മഹാനായ പ്രവാചകൻ തിരുമേനിയുടെ സ്വഹാബത്തിൽ മാറ്റങ്ങൾ ഉണ്ടായത്. ചെറിയ തെറ്റ് പോലും ചെയ്യാത്തൊരവസ്ഥയിലേക്ക്. അതാണല്ലോ പ്രിയപ്പെട്ടവരെ ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മോനോട് ഉപദേശിക്കുക. നമുക്കൊക്കെ അറിയാവുന്നൊരായത്തായ അബുനിയ, കുഞ്ഞുമോനെ നീ ചെയ്യുന്ന കാര്യം എത്ര നിസ്സാരാണെങ്കിലും നമ്മുടെ മക്കൾക്ക് ഈ ഒരു വിശ്വാസം ഉണ്ടായി കൊടുക്കേണ്ടത്. ഏത് ലോകത്ത് നമ്മളെ മക്കളെ വിട്ടാലും ഈ ഒരു ഭയപ്പാട് കൃത്യമായിട്ടുണ്ടോ ഒരിക്കലും ഒരു അപകടത്തിൽ ചാടില്ല. അല്ലെങ്കിൽ ഉമ്മാൻ്റെ ഇപ്പാൻ്റെയൊക്കെ മുന്നിൽ ഉഷാറായിരിക്കും. ആ കണ്ണെന്നാണ് മറഞ്ഞാൽ സകല നെറുകേടുകളും ചെയ്യും. അതാണ് മോനോട് യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖറാ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലത്തീഫുൻ ഖബീർ. കുഞ്ഞുമോനെ, നീ ചെയ്യുന്ന കാര്യം എത്ര നിസ്സാരമാണെങ്കിലും, എന്തൊരായത്താണത്! ഒരു വാപ്പി മകൻ തമ്മിലുള്ള വല്ലാത്തൊരു സ്നേഹമസൃണമായൊരു ബന്ധമല്ല പ്രിയപ്പെട്ടവരെ അത്. മോനെ, ശിർക്ക് ചെയ്യല്ലേ. നമ്മളൊക്കെ ശ്രദ്ധിച്ചോ, നമ്മളാകെ ആഗ്രഹിക്കേണ്ടത് ആരേക്കാളും നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യമാണ്. നമ്മുടെ മക്കളിൽ ദീനുണ്ടോ? നമ്മുടെ ഇണയിൽ ദീനുണ്ടോ? ആലോചിച്ചോ, അല്ലെങ്കിൽ സ്വർഗം കിട്ടൂല പ്രിയപ്പെട്ടവരെ. ഇവിടെ ഒരു സന്തോഷകരമായൊരു അന്തരീക്ഷം നമുക്കുണ്ടെങ്കിൽ, നമ്മളെ ഏതെങ്കിലും ഒരു മോന് ആ വീട്ടിലില്ലെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ സന്തോഷമുണ്ടോ? ഉണ്ടോ പ്രിയപ്പെട്ടവരെ? ഇല്ല. ഇപ്പോൾ ഒരു 4-5 മക്കളുണ്ട്, 2 കെട്ടിച്ചോടത്താണ്, 2 പഠിക്കുന്നിടത്ത്, ഒരു മകൻ മാത്രമേ വീട്ടുള്ളൂ എന്ന് വിചാരിച്ചോ. നല്ലൊരു ഫുഡ് ഉമ്മ ഉണ്ടാക്കിയാൽ പോലും കഴിക്കുമ്പോൾ ഉമ്മാക്ക് ഒരു വിഷമാണ്, കുറച്ചോനെ ഐറ്റമില്ലല്ലോ. എന്നാൽ സ്വർഗത്തിലെത്തുന്ന സമയത്ത് നമ്മളെ കയ്യേ കാലേ വളർന്നു എന്ന നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്ന നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ ആ സങ്കടം തീർത്താ തീരോ പ്രിയപ്പെട്ടവരെയും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണെന്നോ, നമ്മൾ നിസ്കരിക്കണമെങ്കിൽ നമ്മുടെ മക്കളെയും നമസ്കരിപ്പിക്കുന്ന കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ നോമ്പ് നോൽക്കുന്നെങ്കിൽ അവരെയും നമ്മൾ ശീലിപ്പിക്കണം. നമ്മൾ അള്ളാഹുവിനെ പറ്റിയുള്ള കൃത്യമായൊരു ഭയപ്പാടിലേക്ക് എത്തിയെങ്കിൽ അവരെയും അത് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന വിഷയത്തെ നമ്മൾ ശ്രദ്ധിക്കുക. അതാണ് ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് പ്രവാചകനായി കടന്നുപോയൊരു പ്രവാചകനായി നമുക്ക് പരിശോധിച്ചാൽ കാണാൻ പറ്റണില്ല. പിന്നെ ഒരു സൂറത്തിന് ലുഖ്മാൻ എന്ന് പേര് നൽകി. ഒരു വാപ്പിയും മകനും തമ്മിലുള്ള വല്ലാത്തൊരു ബന്ധം ലോകത്തെ കുടുംബങ്ങളെ പഠിപ്പിക്കുക എന്ന ആത്യന്തിക ലക്ഷ്യമാണ് ആ സൂറത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് മോനെ ശിർക്ക് ചെയ്യല്ലേ. അങ്ങനെ മോനെ വാപ്പാനോടും ഉമ്മാനോടും സ്നേഹം കാണിക്കണം. വീണ്ടും പറയുന്നു, കുഞ്ഞു മോനെ, യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ. കുഞ്ഞുമകനെ, നീ ചെയ്യുന്ന കാര്യം എത്ര നിസ്സാരമാണെങ്കിലും ലോകത്തിൻ്റെ ഏത് കോണിൽ വെച്ച് നീ ചെയ്താലും അള്ളാഹ് കാണും. ഉപ്പാൻ്റെ കണ്ണിൽ നിനക്ക് പൊടിയിടാം, ആരുടെ കണ്ണിലും പൊടിയിടാം, പക്ഷേ അള്ളാൻ്റെ കണ്ണിൽ പൊടിയിടാൻ പറ്റില്ല. അത് വെളിച്ചത്ത് കൊണ്ടുവരും. അവനാരാ? ഇന്നല്ലാഹ ലത്തീഫുൻ ഖബീർ. സസൂക്ഷ്മം കാര്യങ്ങൾ വിലയിരുത്തുന്നവനാകുന്നു അവൻ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ഒരു ഭയപ്പാടിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കും. അതാണ് തഖ്വ എന്ന് പറഞ്ഞു. അങ്ങനെ അള്ളാഹിനെ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ജീവിച്ചു നോക്കാനും അള്ളാഹിൻ്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൻ്റെ. അതാണ് ഞാൻ സൂറത്ത് ത്വലാഖിലെ ആയത്ത് ഒമൻ യത്തഖില്ല. ആരല്ലാഹിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചോ യജ്അൽ ലഹു മഖ്റജ. ഇനി ഈ ആയത്തിൻ്റെ ചെറിയ അർത്ഥം ഒന്ന് ആലോചിച്ച് നോക്കാനും പ്രിയപ്പെട്ടവരെ. അള്ളാഹ് മഖ്റജ് തരുന്ന പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഈ ഇരിക്കണം നമുക്ക് ഓരോരോ പ്രശ്നങ്ങളുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങളുള്ളവരുണ്ട്, കടബാധകളുള്ളവരുണ്ടാകാം. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഈ ആയത്ത് നൽകുന്നൊരു ഓഫർ എന്താണ്? ശരിക്ക് തഖ്വയിൽ അധിഷ്ഠിതമായി നമ്മൾ ജീവിച്ച എല്ലാറ്റിലും പടച്ച റബ്ബിൻ്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. ഈ ആയത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങളെപ്പറ്റി വിലയിരുത്തി നോക്ക്. എന്തൊരു കാര്യത്തിൽ ഇറങ്ങിയാലും ഒരു തട്ടിത്തടവും ഒരു പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ? എന്തോ ഒരു സൂക്ഷ്മതക്കുറവ് നമ്മുടെ ജീവിതത്തിലുണ്ടെന്ന്, എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ ഓഫറല്ലേ ഈ ആയത്ത്. 2 ആയത്തോട് ഇങ്ങനെ പോയാൽ അള്ളാഹ് പറയുന്നൊരു കാര്യം, ആരല്ലാഹിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചോ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ എന്നാണ്. എൻഡിങ്ങളെ ഓഫറല്ല പ്രിയപ്പെട്ടവരെ, ഇത് റബ്ബുൽ ഇസ്സത്തിൻ്റെ ഓഫറല്ലേ, ആകാശലോകത്തിൻ്റെ റബ്ബിൻ്റെ ഓഫറല്ലേ. അള്ളാഹിനെ സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ച അള്ളാഹ് പറയാണ് നമ്മളെല്ലാ കാര്യവും എളുപ്പാക്കി തരുന്ന.
അപ്പോൾ നമ്മളെ കാര്യങ്ങളൊന്നും എളുപ്പമാകണില്ല, ഒരു കാര്യം ശരിയാകണില്ലെങ്കിലോ സൂക്ഷ്മത കുറവുണ്ട്. പ്രിയപ്പെട്ടവരെ, ചില പണ്ഡിതന്മാർ പറഞ്ഞത് അങ്ങനെയാണ്. അള്ളാഹ് പറയാണ്, യജ്അൽ ലഹു മഖ്റജാ യജ്അൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. വിചാരിക്കാത്ത രൂപത്തിൽ അള്ളാഹ് നിങ്ങൾക്ക് ഫുഡ് നൽകാമെന്ന് പറയുന്നു. അല്ലേ, അള്ളാഹ് ഇടപെട്ട എത്ര ചരിത്രം ഖുർആനിൽ കാണാൻ പറ്റും. ഒരു ചെറുപ്പക്കാരൻ ഓടുകയാണ്, നിങ്ങൾ കണ്ടിട്ടില്ലേ ഖുർആനിൽ? ഒരു ചെറുപ്പക്കാരൻ ഓടുകയാണ്, കയ്യബദ്ധത്താൽ ഒരു ജീവൻ നഷ്ടപ്പെട്ടു. ഈ ചെറുപ്പക്കാരൻ്റെ ഓടുന്നത് പ്രാർത്ഥനയോടോടുന്നു, റബ്ബി നജ്ജിനീ മിനൽ ഖൗമിൽ ളാലിമീൻ, അക്രമകാരികളിൽ നിന്ന് റബ്ബേ നീ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞോടുകയാണ്. വിജനമായ മരുഭൂമിയിലോടുമ്പോൾ പ്രിയപ്പെട്ടവരെ, റബ്ബിൻ്റെ സഹായം മഖ്റജായി വന്നത് ഖുർആനല്ലേ നമ്മെ പഠിപ്പിക്കുന്നത്. ഓടി ഓടി പ്രാർത്ഥനയോടുകൂടാണ്. കാരണം എന്താ, ചില ആളുകൾ ഇദ്ദേഹത്തെ കൊല്ലാനുള്ള തീരുമാനം ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മെസ്സേജ് കിട്ടിയത്, വേഗം ഇവിടുന്ന് വണ്ടി ഓടണം. പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടുകൂടാണ്. അള്ളാഹ് ഇടപെട്ടത് നോക്കുകയാണ് ഈ പ്രിയപ്പെട്ടവരെ. ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു സ്ഥലത്തെത്തിയപ്പോണ്ടൊരു തടാകം, അവിടെ ധാരാളം ആളുകൾ കന്നുകാലികളേക്ക് വെള്ളം കാണിച്ചിട്ട് ഇങ്ങനെ തിക്കും തിരക്കും കാണിച്ച് നിൽക്കുന്നുണ്ട്. ഒന്ന് രണ്ട് പെൺകുട്ടികളുടെ അല്പം സൂക്ഷ്മത കാണിച്ചിട്ട് അപ്പുറത്ത് ഇങ്ങനെ മാറി നിൽക്കുന്നത് കാണാം. അതിൽ ഈ ചെറുപ്പക്കാരൻ ചോദിച്ചു, എന്താ മക്കളെ നിങ്ങളിങ്ങനെ എല്ലാവരും പോലെ കന്നുകാലികളെ കാണിച്ച് വെള്ളം കാണിച്ച് തിരിച്ചു പോകാണല്ലോ, നിങ്ങളെന്താ മാറി നിൽക്കുന്നു? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ വാപ്പ വയസ്സായ വാപ്പയാണ്, ഞങ്ങളെപ്പാക്ക് ഈ കന്നുകാലികളെ കൊണ്ടുവന്ന് വെള്ളം കാണിക്കാൻ സാധ്യമല്ല, അപ്പോൾ ഞങ്ങൾ വന്നതാണ്. അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് പടച്ചോൻ ആ പെൺകുട്ടികളെ സൗന്ദര്യം കണ്ടോ എന്തെങ്കിലും ഒരു താല്പര്യം കൊണ്ടല്ല, ആ കുട്ടിയോട് പറഞ്ഞാൽ ഞങ്ങൾ ഹിദ്മ ചെയ്യാം. എന്നിട്ട് പ്രിയപ്പെട്ടവരെ ഒരു ഹെൽപ്പ് ചെയ്യാം. എന്നിട്ട് ഒന്നിട്ട് മാറി അഞ്ഞിൻ്റെ കുട്ടികൾ പൊയ്ക്കോളി എന്ന് പറഞ്ഞിട്ട് പോലെ പറഞ്ഞു വിടുക. തൊട്ടപ്പുറത്തൊരു മരത്തണിലിരുന്ന് യാത്ര ചെയ്ത് ക്ഷീണിച്ച മനുഷ്യൻ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന എന്താണെന്നോ, അല്ലാഹ് ഞാൻ ഫക്കീറാണ്, എനിക്ക് നിന്റെ സഹായം അനിവാര്യമായൊരു സമയമാണ്. ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ, പടച്ചോനെ ഞാൻ ഫക്കീറാണ്, നീ എന്നെ സഹായിക്കണേ. പ്രാർത്ഥനയോടുകൂടി ഇരിക്കേണ്ട താമസം ആ പെൺകുട്ടികൾ ഒരാളിങ്ങനെ കടന്നു വരുന്നു. ഇന്ന അബീ യദ്ഊക ലിയജ്സിയക അജ്റ മാ സഖൈത ലനാ, എൻ്റെ വാപ്പ നിങ്ങൾ എൻ്റെ കന്നുകാലികൾക്ക് വെള്ളം കാണിച്ചതിന് കൂലി തരാൻ വേണ്ടി വിളിക്കുന്നു. സുഹൃത്തുക്കളെ ശ്രദ്ധിച്ചോ, അള്ളാഹു മഖ്റജ് കൊടുക്കാൻ. എത്ര അനുഭവങ്ങൾ ഖുർആൻ തന്നെ. ഇത് ഖസസ് സൂറത്തില്ല. ഖസസ് പറഞ്ഞാൽ തന്നെ കഥകൾ എന്നാണ്. ആരാണ് ആ ചെറുപ്പക്കാരൻ? ഖലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അള്ളാഹ് മഖ്റജ് കൊടുക്കുകയാണ്. എത്രത്തോളം എന്നാൽ ആ കുട്ടികളെ കൊണ്ടുപോയി വാപ്പാൻ്റെ അടുത്ത് ചെന്നു. വാപ്പാൻ്റെ അടുത്ത് പോയിട്ട് ഈ മനുഷ്യൻ ആരെങ്കിലും ഒരു സുരക്ഷിതത്വം കൊടുക്കണം, സംരക്ഷണം കൊടുക്കണം. ആ വയസ്സായ ആൾ എന്തേ മക്കളെ വിഷയം എന്ന് ചോദിച്ചു. അല്ല, ഇയാൾ ചോദിച്ചു എന്താ പ്രശ്നം? ഖസ്സ അലൈഹിൽ ഖസസ് എന്ന സുഹൃത്ത് കസ്സറിയുന്ന ആളുകൾ കൂട്ടത്തിലുണ്ടാവും. കംപ്ലീറ്റ് വിശദീകരിച്ചു കൊടുത്തു. അതിലാ വയസ്സായ ആൾ പറഞ്ഞു, വാപ്പ പറഞ്ഞു, നജൗത മിനൽ ഖൗമിൽ ളാലിമീൻ. ആ പ്രാർത്ഥന ഇതൊന്നും എത്ര ബന്ധമുണ്ട്? ഇയാൾ പ്രാർത്ഥിച്ചെന്താ? റബ്ബി നജ്ജിനീ മിനൽ ഖൗമിൽ ളാലിമീൻ, അക്രമകാരികൾ റബ്ബേ നീ എന്നെ രക്ഷിക്കണേ. ഈ വയസ്സായ വാപ്പ പറഞ്ഞു, നജൗത മിനൽ ഖൗമിൽ ളാലിമീൻ, മോനെ നിന്നെ ഞാൻ രക്ഷിക്കും, ഒരാളും നിന്നെ കൊല്ലില്ല, നിന്നൊരു പ്രയാസം എന്നെ വരുത്തൂല, ഞാൻ സംരക്ഷണം ഏറ്റെടുത്തോണം. ചുരുക്കി പറഞ്ഞാൽ പിന്നെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുകയാണ്. കുട്ടികളും കുടുംബമൊക്കെ ആയിട്ട് അവിടെ നിന്ന് കഴിച്ചു കൂട്ടാണ്. എന്നിട്ടാണ് പ്രിയപ്പെട്ടവരെ മഹാനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വീട് വിട്ട് പുറത്തിറങ്ങി. പിന്നെയാണ് സീന തുവാ താഴ്വരയിലെത്തി പ്രവാചകത്വങ്ങൾ ലഭിക്കണം. അള്ളാഹ് ഇടപെടാണ് പ്രിയപ്പെട്ടവരെ. റഹ്മാനായ റബ്ബ്. ഞാൻ പറയട്ടെ, അങ്ങനത്തെ ഒരു ശുഭാപ്തി വിശ്വാസം മുത്തഖീങ്ങൾക്കുണ്ടാവും. ഏത് സാഹചര്യത്തിലും അള്ളാഹ് ഇടപെടും. ഇപ്പം നമ്മൾ പ്രഭാതത്തിൽ ദിക്ർ ചെല്ലുന്നൊരു പ്രാർത്ഥന എന്താ? ഒരു ദിക്ർ ഏതാ? യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസു അസ്ലിഹി ലി ശഅനി കുല്ല. ഇതൊക്കെ ഒരു ഒന്നൊന്നര ദിക്റാണ്. അതൊക്കെ ഹൃദയത്തിൽ നിന്നാണ് ചൊല്ലി ജീവിതം അതിനനുസൃതമായിട്ട് കാണാണെങ്കിൽ ഒരു സ്ഥലത്തും പ്രിയപ്പെട്ടവരെ പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. അള്ളാഹ് ഇടപെടും. തഖ്വയിൽ അധിഷ്ഠിതമായ എന്താ തഖ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും പല രൂപത്തിലും നമ്മളത് മനസ്സിലാക്കിയതാണ്. അള്ളാഹ് വിലക്കിയതൊരു വിലക്കും ചെയ്യാതിരിക്കുക. അവൻ കൽപ്പിച്ച കൽപ്പനകൾ കഴിവിൻ്റെ പരമാവധി ചെയ്യുക. അതാ മുത്തഖി എന്ന് പറഞ്ഞാൽ. അള്ളാഹു സുബ്ഹാനഹു നമ്മോട് നോ എന്ന് പറഞ്ഞത് കഴിഞ്ഞോടത്തോളം ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല, അള്ളാഹ് വിലക്കിയ സകല വിലക്കുകളിൽ നിന്നും അകലുക. അവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല. അങ്ങോട്ട് നോക്കരുതേ എന്ന് പറഞ്ഞാൽ നോക്കൂല, കഴിക്കരുതേ എന്ന് പറഞ്ഞാൽ കഴിക്കൂല, ചെയ്യരുതേ എന്ന് പറഞ്ഞാൽ ചെയ്യൂല. എന്നാൽ ചെയ്യാൻ പറഞ്ഞതോ മസ്തത്താഴത്തു കഴിവിൻ്റെ പരമാവധി ചെയ്യുക. അതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ. ഒരാൾ മുത്തഖി എന്ന് പറഞ്ഞാൽ എന്താ? സൂക്ഷ്മത പുലർത്തുന്നവനെന്ന് പറഞ്ഞാൽ എന്താ?
അള്ളാഹ് കൽപ്പിച്ച കൽപ്പനകൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്തുകയും അവൻ നോ എന്ന് പറഞ്ഞ് പൂർണ്ണാർത്ഥത്തിലാകില്ല. അങ്ങനെ ഒരു മനസ്സോടങ്ങൾ റബ്ബിനോടെടുത്ത് നോക്കാണി അള്ളാഹ് നമ്മുടെ എല്ലാ കാര്യത്തിലും ഇടപെടും. അതാണ് ആരല്ലാനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവോ അള്ളാഹുവിന് മഖ്റജ് നൽകും. വിചാരിക്കാത്ത രൂപത്തിൽ അള്ളാഹ് റിസ്ക് നൽകും. എന്തൊരാശ്വാസം നൽകുന്ന ഖുർആനിലൊരു വചനമാണിത്. ആരല്ലാനെ വരമേൽപ്പിക്കുന്നുവോ അവൻ തന്നെ മതി. എന്തേ കാരണം? ഇന്നല്ലാഹ ബാലിഗു അംരിഹി, എന്തൊരു ഉദ്ദേശമുണ്ടോ ആ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സുഹൃത്തേ റബ്ബിന് സാധിക്കും. സമാവാത്തിൻ്റെ അർളിൻ്റെ റബ്ബിന് അതിന് സാധിക്കും. ഖദ് ജഅലല്ലാഹു ലികുല്ലി ശൈഇൻ ഖദറാ, എല്ലാറ്റും ചില ഖലാ ഖദറുകൾ റബ്ബ് വെച്ചിട്ടുണ്ട്. നമുക്കല്ലേ പരിമിതി, നമുക്കല്ലേ കഴിവില്ലായ്മ, നമുക്കല്ലേ ക്ഷീണമില്ലാത്ത ഹയ്യായ ഖയ്യൂമായ റബ്ബിന്. അതാണ് നമ്മുടെ പ്രാർത്ഥന, യാ ഹയ്യു യാ ഖയ്യൂം. ഹയ്യായവനെ ഖയ്യൂമായവനെ ബിറഹ്മതിക അസ്തഗീസു, നിന്റെ കാരുണ്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഞാനിതാ ചോദിക്കുന്നു. അസ്ലിഹ്ലി ശൈനി കുല്ല, എൻ്റെ എല്ലാ കാര്യവും നീ ശരിയാക്കി തരണം. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹ് ഇടപെടും. അതാണ് മഖ്റജ് എന്ന് പറഞ്ഞാൽ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് തീക്കുണ്ടാകത്തിലേക്ക് ഇടാൻ തീരുമാനിച്ചു. എല്ലാവരും കരിക്കട്ട പോലെ പോയി ഇല്ലാതെയായിത്തീരുന്നൊരു മനുഷ്യനെങ്ങനെ നോക്കിയിരിക്കണം. പ്രിയപ്പെട്ടവരെ, അള്ളാഹ് ഇടപെട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ? ജിബ്രീൽ എന്ന മലക്ക് വന്ന് ഇബ്രാഹിം നബിയോട് ചോദിക്കുന്നു, ഇബ്രാഹിം എന്തെങ്കിലും റബ്ബിനോട് നിനക്ക് പറയാനുണ്ടോ? അല്ലേ, ഇബ്രാഹിം നബി എന്ന് കേൾക്കുമ്പോൾ കോരിത്തരിക്കുന്നവരല്ലേ പ്രിയപ്പെട്ടവരെ നമ്മൾ. അങ്ങനത്തെ ഒരു ചരിത്രമല്ലേ ആ മഹാനുഭവൻ്റേത്. എന്തെങ്കിലും റബ്ബിനോട് പറയാനുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, എത്ര കാലമായി തൗഹീദിൻ്റെ കൃത്യമായ വഴിയിലേക്ക് വന്നിട്ട് എനിക്കും നിങ്ങൾക്കും അങ്ങനത്തെ ഒരു ആത്മവിശ്വാസത്തിലേക്ക് ഉയരാൻ പറ്റിയിട്ടുണ്ടോ? ജിബ്രീൽ എന്ന മലക്കിനോട് ഇബ്രാഹിം നബി പറഞ്ഞെന്താണെന്നോ, എന്നെപ്പറ്റി എൻ്റെ റബ്ബിനറിയാം, എൻ്റെ റബ്ബിന് എന്നെപ്പറ്റി അറിയാം, എനിക്കെൻ്റെ റബ്ബ് മതി, ആ റബ്ബെന്നെ എൻ്റെ കാര്യത്തിൽ ഇടപെടും. സുഹൃത്തുക്കളെ, തീയിൻ്റെ പ്രകൃതി എന്താ? എന്തും തീക്ക് വെച്ചു കൊടുത്താണ് കരിച്ചു കളയാന്നല്ലേ. റഹ്മാനായ റബ്ബ് ഒരടിമയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പ്രകൃതി നിയമം പോലും ആ അടിമക്ക് വേണ്ടി മാറ്റുമെന്നതിന് തെളിവാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. തീയിനോടുള്ള ഓർഡർ നൽകുകയാണ്, ഇബ്രാഹിം. ഇതൊക്കെ എന്തിനാ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് പ്രിയപ്പെട്ടവരെ? ഒരു വിശ്വാസി യഥാർത്ഥ വിശ്വാസത്തിൻ്റെ കൃത്യതയിൽ മുന്നോട്ട് പോകുന്നുവെങ്കിൽ ഒരു ഭയപ്പാടോ അവന് വേണ്ട. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ, യഥാർത്ഥ മുത്തഖീങ്ങളായി നമ്മൾ മാറണം. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് പടച്ചോനെ പറ്റിയുള്ള ശരിക്കൊരു ഭയപ്പാടാണ്. 2, എപ്പോഴും മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തണം. മരിക്കാൻ തയ്യാറാകണം സുഹൃത്തുക്കളെ. നാം മരിക്കാൻ അങ്ങനെ കാത്തിരിക്കണം എന്നല്ല, എപ്പോഴും ഇവിടുന്ന് പോകേണ്ടി വരും. അത് ചിലപ്പോൾ ഇപ്പോഴായിരിക്കും അല്ലേ, ഇവിടുന്ന് ഈ പരിപാടി എത്തി വീട്ടിലേക്ക് എത്തണം എന്നില്ല. ഒരു ഗ്യാരണ്ടിയില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിന്. എന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ ചെരുപ്പിൻ്റെ ബാറിനേക്കാളും മരണം നമ്മുടെ അടുത്താണ്. നമ്മളൊരു മയ്യത്ത് കെട്ടിൽ ഇങ്ങനെ ചുമന്നു കൊണ്ടുപോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇത് അസറാണെങ്കിൽ മഗ്രിബിനോ ഇശയ്ക്കോ സുബഹിക്കോ എൻ്റേതായിരിക്കും. അതിനുള്ള ഒരുക്കങ്ങൾ നടത്താം. എന്താ ഒരുക്കം എന്ന് പറഞ്ഞാൽ, അതിന് വേണ്ട വിഭവങ്ങൾ അമലുസ്വാലിയാത്ത് നമ്മുടെ കൈകളിൽ ഉണ്ടാകണം. ഒരു വിശ്വാസിയെ പറ്റി പ്രവാചകൻ തിരുമേനി പറഞ്ഞെന്താ, അവൻ യസ്തഇദ്ദു ലിൽ മൗതി ഖബ്ല ലിഖാഇൽ മൗത്ത്, മരണം വരും മുമ്പ് മരണത്തിന് വേണ്ടി തയ്യാറെടുപ്പ് നടത്തുന്നവനാണെന്ന്. റാഹത്തായി മരിക്കാൻ അതാവശ്യമാണ്. എങ്ങനെയാണ് റാഹത്തായി മരിക്കാൻ എന്ന് പറഞ്ഞാൽ, അമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ ഫറൗഹും വറൈഹാനുൻ വജന്നത്തു നഈം. അള്ളാഹിൻ്റെ പ്രിയപ്പെട്ട അടിമകളായി മരിക്കാൻ പറ്റണം. അള്ളാഹിൻ്റെ മലക്കുകൾ വന്ന് തൊട്ടുതലോടി റൂഹ് പിടിച്ചു കൊണ്ടുപോകുന്ന രംഗമുണ്ടാകണം. വിശ്വാസികളെ, അള്ളാഹുവിൻ്റെ മലക്ക് വന്ന് ഇങ്ങോട്ട് വാ, നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ അള്ള ചുമതലപ്പെടുത്തിയ മലക്കുകളാണെന്ന് പറഞ്ഞ് സുഹൃത്തുക്കളെ സന്തോഷത്തോട് യാത്ര പറയാൻ നമുക്ക് സാധിക്കണം. ഇതല്ല ജീവിതം, ഇതല്ല പ്രിയപ്പെട്ടവരെ ജീവിതം. എന്തൊക്കെ സുഖങ്ങളും സന്തോഷങ്ങളിലുമാണ് ഞാൻ നിങ്ങളുമെങ്കിലും മരണത്തോടുകൂടി നമ്മൾ ജീവിതത്തിൻ്റെ വഴി മറ്റൊരു ലോകത്തേക്ക് വഴിമാറുകയാണ്. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ തുറക്കം. അന്ന് മുതൽ നമുക്ക് സന്തോഷിക്കാൻ സാധിക്കണം. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് ഈ പുണ്യ റമളാൻ ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ പറ്റിയത്. ഖുർആനുമായി എത്രമാത്രം ബന്ധമുണ്ടായിട്ടുണ്ട് എന്ന് ഓരോരുത്തരും ആലോചിക്കുക. ഖുർആൻ പഠിക്കണം പ്രിയപ്പെട്ടവരെ. ഖുർആൻ്റെ ഒരു ടേസ്റ്റിലേക്ക് നമ്മൾ എത്തണം. സ്വർഗത്തിൽ ഉയർച്ച കിട്ടണോ? അള്ളാഹിൻ്റെ ഖുർആൻ എത്ര നമ്മൾ പഠിച്ചോ അതിനനുസരിച്ചുള്ള ഉയർച്ച കിട്ടും. റസൂലുള്ളാഹി പറയാ, യുഖാലു സാഹിബിൽ ഖുർആൻ, പ്രത്യേകിച്ച് റമളാൻ മാസത്തിൽ
നമുക്ക് ആ ഭാഗ്യം കേൾക്കണം. ഭാഗ്യം അത് കേൾക്കാനുള്ള ഭാഗ്യമുണ്ടാകണം. അല്ല പറയാം, അള്ളാഹിൻ്റെ റസൂൽ പറയാണ്, യുഖാൽ ലി സാഹിബിൽ ഖുർആൻ, ഖുർആൻ്റെ ആളുകളോട് അള്ളാഹു പറയും, ഇഖ്റ വർത്തക്കി, ഓതി കയറിപ്പോയിക്കും. നിന്റെ സ്ഥാനം, നിന്റെ ഉയർച്ച എവിടെയാണ് നിൽക്കുക? ഇന്ദ ആഖിരി ആയത്തിൻ തഖ്റൂഹ, നീ ഓതുന്ന അവസാന ആയത്ത് വരേക്ക് നിനക്ക് പദവിയുണ്ടെന്നാണ്. മുഅ്മിനീങ്ങളെ, ഖുർആൻ പഠിച്ചോ. ഖുർആൻ്റെ ആ ഒരു തണലിൽ നമ്മൾ ജീവിക്കണം. ഖുർആൻ പഠിക്കണം, ജീവിതം വിശുദ്ധമാക്കുക. ഇസ്തിഗ്ഫാറിൻ്റെ മാസമാണ് റമളാൻ. നല്ലോണം പൊറുക്കലിനെ തേടിക്കും. രേഖപ്പെടുത്തപ്പെട്ടതൊക്കെയും ആ ഫയൽ വലിച്ച് നമുക്കത് മാച്ച് കളയാൻ സാധ്യതയല്ല. അള്ള തന്നെ പുറത്തു തരണം. ഇഖ്ലാസോടുകൂടി റബ്ബേ പുറത്തു കൊണ്ടെന്ന് പറയണം. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഈ പ്രാർത്ഥനയും സയ്യിദുൽ ഇസ്തിഗ്ഫാർ, എത്ര പ്രാർത്ഥനകളുണ്ട്. റമളാൻ മാസത്തിൽ ജീവിക്കാൻ അവസരം കിട്ടിയിട്ടേ ജീവിതത്തിൽ വന്ന പാപങ്ങൾ നമുക്ക് പുറത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ റസൂലുള്ളാഹി പറയാൻ നരകത്ത് പോകുന്നതാണ്. റമളാനിൽ ജീവിക്കാൻ അവസരം കിട്ടിയിട്ട് ഇസ്തിഗ്ഫാറിൻ്റെ മാസത്തിൽ, തൗബയുടെ മാസത്തിൽ ജീവിക്കാൻ അവസരം ലഭിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ വന്ന പാപക്കറകൾ കഴുകി വൃത്തിയാക്കാൻ സാധ്യമായില്ലെങ്കിൽ റസൂലുള്ളാഹി പറയാ ദഖലൻ നാർ ദഖൽ ജന്ന. ഭയപ്പെടണം പ്രിയപ്പെട്ടവരെ. ഇൻഷാ അല്ലാഹ് എന്തൊരു സന്തോഷമുണ്ട് ഈ മജ്ലിസ് കാണുമ്പോൾ. ഇതുപോലെ നമുക്ക് ചേരണം, മക്കളോടൊപ്പം, കൂട്ടുകുടുംബങ്ങളോടൊപ്പം, മാതാപിതാക്കളോടൊപ്പം. ജന്നാത്തു അദ്നിൻ ലത്തി വഅദ്തുഹും വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വൽമലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ് സലാമുൻ അലൈക്കും ബിമാ സബർതും ഉഖ്ബദ്ദാർ. ആയത്തൊക്കെ കേൾക്കുമ്പോൾ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും യാ റബ്ബൽ ആലമീൻ. ആ സന്തോഷത്തിന് അർഹരാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷ്മതയോടുകൂടി ജീവിക്കാൻ, സംശുദ്ധമായ ജീവിതം കാഴ്ചവെക്കാൻ അള്ളാഹു നമുക്ക് തുണയേകുമാറാകട്ടെ. രഹസ്യ ജീവിതത്തിൽ വിശുദ്ധി കാത്ത് സൂക്ഷിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. എല്ലാ കാര്യങ്ങളും കേട്ട് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന വിനയാന്യതരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തും. എല്ലാ കാര്യങ്ങളും കേട്ട് മനസ്സിലാക്കി അതിനെതിരെ യാത്രയാകുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കൾക്ക് ദീനിയായൊരു തുറവി പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم صل وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.